1 രാജാക്കന്മാർ 25-ാം അധ്യായം അതിന്റെ 9-10 വാക്യങ്ങൾ. പിതാക്കന്മാർ ഉയർത്തിയ ആലയത്തിനകത്ത് യാഗത്തിന്റെ തീ ഇറങ്ങിയതിനകത്ത് യഹൂദാ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ ദാവീദും ശലോമോന് ഹല്ലേലൂയ ശൗലും ഇരുന്ന സിംഹാസനത്തെ തകർത്തുകൊണ്ട് ഒരുവൻ ഭരണത്തിലേക്ക് പിടിച്ചടക്കി. അവന്റെ പേര് നെബൂഖദ്നേസർ രാജാവ്. വായിക്കുന്നു 1 രാജാക്കന്മാർ അതിന്റെ 25-ന്റെ 9-10 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ചുട്ടുകളഞ്ഞു. അവൻ യഹോവയുടെ ആലയവും രാജധാനിയും ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ പടുത്തുയർത്തിയ രാജധാനിയും ആലയവും ചുട്ടുകളഞ്ഞു. അടുത്തത് യെരൂശലേമിലെ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളൊക്കെയും അവൻ തീ വച്ച് ചുട്ടുകളഞ്ഞു. അവൻ എല്ലാ വീടുകളും പ്രധാന ഭവനങ്ങളും ചുട്ടുകളഞ്ഞു. അടുത്തത് അകമ്പടി നായകനോട് കൂടെ ഉണ്ടായിരുന്ന കൽദയ സൈന്യമൊക്കെയും ഇറാഖിലെ കൽദയ പട്ടണമായ ഇറാഖ് കൽദയ സൈന്യമൊക്കെയും യെരൂശലേമിന്റെ ചുറ്റുമുള്ള മതിലുകളെ ഇടിച്ചു കളഞ്ഞു. അതാ നെഹമ്യാവിന്റെ പുസ്തകത്തിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലയം ചുട്ടുകളഞ്ഞു, മതിൽ അടിച്ചു കളഞ്ഞു. അതുകൊണ്ടാണ് നെഹമ്യാവ് രാജാവിനോട് പറയുന്നത്, എന്റെ പട്ടണം ഇടിച്ചു കിടക്കുന്നു, യെരൂശലേമിന്റെ മതിലുകൾ, പിതാക്കന്മാർ ഉയർത്തിയ മതിലുകൾ ഇടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് അവൻ നിലവിളിക്കുന്ന ഒരു കാഴ്ച. അടുത്ത വാക്യം കൂടെ വായിച്ചാട്ട് ദൈവത്തിന്റെ ദാസനെ. അടുത്തത്തിൽ ശേഷിച്ചിരുന്ന ജനത്തെയും ബാബേൽ രാജാവിന് ശരണം പ്രാപിച്ചവരെയും പുരുഷാരത്തിൽ ശേഷിച്ചവരെയും അകമ്പടി നായകനായ നെബൂസരാദാൻ കൊണ്ടുപോയി. എല്ലാവരെയും ബാബേലിലേക്ക് കൊണ്ടുപോയി. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, ലോക സാമ്രാജ്യങ്ങളും ബൈബിളും. അപ്പൊ ആരൊക്കെ ഇരുന്ന സാമ്രാജ്യമാ? 1 ശൗലിരുന്ന സിംഹാസനം, 2 ദാവീദ് ഇരുന്ന സിംഹാസനം, 3 ശലോമോൻ ഇരുന്ന സിംഹാസനം. അവന്റെ കാലശേഷമാ രാജ്യം വിഭജിക്കപ്പെടുന്നത്. പ്രിയ മക്കള്, ഈ സിംഹാസനം, ദാവീദിന്റെ സിംഹാസനം ആര് കൊണ്ടുപോയി? നെബൂഖദ്നേസർ രാജാവ് ഇറാഖിലേക്ക് കൊണ്ടുപോയി. ഈ സിംഹാസനം ഒടുവിത്തെങ്കിൽ ആർക്ക് ലഭിക്കും? 7 സാമ്രാജ്യങ്ങളുണ്ട്. 1 നെബൂഖദ്നേസർ, 1 ബാബേൽ, 2 മേദ്യ പാർസ്യ, 3 ഗ്രീസ്, 4 റോമൻ, 5 ജനാധിപത്യം, 6 ഏകാധിപത്യം, 7 രാജാക്കന്മാരുടെ രാജാവായി നമ്മുടെ കർത്താവ് മധ്യാകാശത്തിൽ വരും. 7 സാമ്രാജ്യങ്ങളെ പറ്റിയ ദാനിയേൽ പ്രവചനത്തിൽ തുടങ്ങി വെച്ചു. ദാനിയേൽ 2:44 അവരുടെ രാജ്യത്തിന്റെ അവസാനം സ്വർഗസ്ഥനായ ദൈവം സ്ഥിരമായ ഒരു രാജ്യത്വം ഉണ്ടാക്കും. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്ത് യേശുവിന് ഈ സാമ്രാജ്യം ലഭിക്കുമോ? അതിലേക്കൊന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 1:31 യേശു ഈ സാമ്രാജ്യത്തിൽ രാജാക്കന്മാരുടെ രാജാവായി വരുമോ? ലൂക്കോസ് 1:31 വരെ ഒന്ന് വായിച്ചാട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 31-ാമത്തെ തിരുവചനം വായിച്ചാട്ടെ. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. ഗബ്രിയേൽ മാലാഖ മറിയയോട് പറഞ്ഞ 7 പ്രവചനങ്ങൾ. നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അടുത്തത് യേശു എന്ന് പേർ വിളിക്കും. 2-ാമത്തെ പ്രവചനം അവൻ യേശു എന്ന് പേർ വിളിക്കും. അവൻ വലിയവനാകും. പ്രവചനം അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അത്യുന്നതന്റെ പുത്രൻ എന്ന് ലോകം വിളിച്ചില്ല. എവിടെ യേശുവിനെ അത്യുന്നതന്റെ പുത്രൻ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഹല്ലേലൂയ. യേശു ഗദരദേശത്ത് നിന്നോ ആയിരക്കണക്കിന് പിശാചുക്കളുള്ള കല്ലറയിൽ വസിക്കുന്ന ഒരുവൻ യേശുവിനെ കണ്ട് അത്യുന്നതനായ ദൈവത്തിന്റെ പുത്ര, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, സമയത്തിന് മുമ്പേ നീ ദണ്ഡിക്കപ്പെടേണ്ടതിന് എന്തിനു വന്നു എന്ന് ചോദിച്ചില്ലേ? പ്രവചന ഗബ്രിയേൽ മാലാഖ മറിയോട് പറഞ്ഞ പ്രവചനം. അടുത്തത് കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. ദാവീദിന്റെ സിംഹാസനം ഇതുവരെ കിട്ടിയില്ല. ദാവീദിന്റെ സിംഹാസനം എപ്പോൾ കിട്ടും? നമ്മുടെ മശിഹ രാജാവായി വരുമ്പോൾ. ഈ സിംഹാസനം ആര് കൊണ്ടുപോയി? യഹൂദ രാജാവായിരുന്ന യഹോവയാക്കീമിന്റെ വാഴ്ചയുടെ ആണ്ടിൽ BC 606 ഈ സിംഹാസനം നെബൂഖദ്നേസർ കൊണ്ടുപോയി. എന്താ നെബൂഖദ്നേസർ രാജാവ്? ഇറാഖ് പട്ടണം, കൽദയ പട്ടണമായ ഇറാഖിനകത്ത് ആടുന്ന തൂക്കുവനമുള്ള ബാബേലിനകത്ത് അരയന്നങ്ങളുടെ തൂവലുകൾ കൊണ്ടുണ്ടാക്കിയ പട്ടുമെത്തയ്ക്കകത്ത്
ഒരു പ്രഭാതത്തിൽ അവൻ ഇങ്ങനെ കിടക്കുന്നു. രാത്രിയിൽ അവൻ ഉറങ്ങി. അവൻ്റെ സ്വപ്നം കണ്ടു, അതിഭീകരമായൊരു സ്വപ്നം. ആ സ്വപ്നം കണ്ടപ്പോൾ സകല മന്ത്രവാദികളെയും തന്ത്രവാദികളെയും എല്ലാം അവൻ വിളിച്ചുകൂട്ടി. എന്താ വിളിച്ചു കൂട്ടിയതെന്നറിയാമോ? ഈ സ്വപ്നത്തെ ഒന്ന് വിമർശനം നടത്തുവാൻ. അവൻ്റെ സൈന്യാധിപനായ അര്യോക്ക, അവൻ്റെ ഭാര്യ മേദ്യക്കാരി, അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, രാജൻ താങ്കളുടെ മുഖം വല്ലാതെ ഇരിക്കുന്നു. ആ സമയത്ത് രാജാവ് പറഞ്ഞു, കഴിഞ്ഞ രാത്രി ഞാനൊരു ബിംബത്തെ കണ്ടു, പക്ഷേ എനിക്കറിയത്തില്ല ആ ബിംബത്തിനകത്ത് ഒരു വലിയ ഭീകരമായ കാഴ്ചയാണ് കണ്ടത്. ആരെങ്കിലും എൻ്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തി തരണം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇറാഖ് ബാബേലിന്റെ കൽദയ വിദ്യ, ആഭിചാര മന്ത്ര തന്ത്ര വിദ്യകൾക്കകത്ത് ആർക്കും അവൻ്റെ സ്വപ്നത്തെ വെളിപ്പെടുത്താൻ കഴിയില്ല. ആ സമയത്ത് അര്യോക്ക് പറഞ്ഞു, അര്യോക്കിനോട് ആരോ പറഞ്ഞു, ജഡവാസമില്ലാത്ത ആരെങ്കിലും ബാബേൽ ഉണ്ടെങ്കിൽ അവന് നിന്റെ സ്വപ്നത്തെ വെളിപ്പെടുത്തുവാൻ കഴിയും. ബാബേലിലെ സൈനിക കോളേജിനകത്ത് അടിമ ബാലനായിരിക്കുന്ന ദാനിയേൽ വസിക്കുന്നിടത്തിലേക്ക് രാജാവിൻ്റെ രഥങ്ങൾ ഇറങ്ങി വന്നു. ദൈവം എത്ര വലിയവനാ! ആ ദാനിയേലിനോട് പറഞ്ഞു, ഞങ്ങളുടെ രാജാവ് ഒരു സ്വപ്നം കണ്ടു, അങ്ങ് വന്ന് സ്വപ്നത്തെ ഒന്ന് വിവർത്തിച്ചു തരണം. ആ സമയത്ത് എന്തോ ചെയ്തു. ദാനിയേൽ അതിനകത്ത് കയറി കൊട്ടാരത്തിലേക്ക് എന്നു. ദാനിയേൽ സമയവും കാര്യമൊന്നും ചോദിച്ചില്ല. ആകെ വിഷണ്ണനായിരിക്കുന്ന ഇദ്ദേഹത്തോട് ചോദിച്ച ഒരു കാര്യമുണ്ട്, അങ്ങ് എന്താ ബിംബത്തെ കണ്ടത്? എങ്ങനെയുള്ള ബിംബത്തെ കണ്ടു? ആ സമയത്ത് ആ നെബൂഖദ്നേസർ പറന്നുപോയി. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ദാനിയേൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ ദാനിയേൽ പറഞ്ഞ കാര്യമെന്നറിയാമോ? ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനൊന്ന് സമയം തരണം. ഹല്ലേലൂയ! ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, അന്ത്യകാല പ്രഭാഷണം കേൾക്കുന്ന ദൈവമക്കളെ, പ്രസംഗിക്കുന്നവനെ ലോകത്തിനറിയാം, യൂട്യൂബിനകത്തും ഇന്റർനെറ്റിനകത്തും പാടുന്ന കുഞ്ഞുങ്ങളെ ലോകത്തിനറിയാം. എന്നാൽ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നവനെ സ്വർഗത്തിലെ ദൈവത്തിനറിയാം. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്ന സഹോദര സഹോദരി, നീ സഭയുടെ പ്രസിഡന്റ് ആയില്ലെങ്കിൽ, വനിതാ വിങ്ങിന്റെ കൺവീനർ ആയില്ലെങ്കിൽ, പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി ആയില്ലെങ്കിൽ, PCനാക്കി പങ്കെടുത്തില്ലെങ്കിൽ, ജനറൽ കൺവെൻഷനിൽ പ്രസംഗിച്ചില്ലെങ്കിൽ, ഇന്ന് പകൽ വിശ്വാസത്തോടെ പറയണ, ഇന്ന് രാത്രിയും പകലും എവിടെ കേട്ടാൽ പ്രാർത്ഥിക്കുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്. ദാനിയേൽ കണ്ട് രഹസ്യത്തെ വെളിപ്പെടുത്തി. അങ്ങ് കണ്ടതൊരു ബിംബമാ. ആ ബിംബത്തിന്റെ പ്രത്യേകത എന്ത്? തല തങ്കം കൊണ്ട്, നെഞ്ചും കൈയും വെള്ളി കൊണ്ട്, അരഭാഗം താമ്രം കൊണ്ട്, കാലിന്റെ തുട ഇരുമ്പ് കൊണ്ട്, അതിനുശേഷമുള്ള കാൽപാദങ്ങൾ ഇരുമ്പ് കളിമണ്ണ് കൊണ്ട്. തീർന്നില്ല, അതിനുശേഷമുള്ള കാൽപാദങ്ങൾ 10 കൊണ്ടും ഇരിക്കുന്ന ഒരു സാമ്രാജ്യ ബിംബത്തെയാ കണ്ടത്. അത് അവൻ ഉറക്കം കെടുത്തുപോയി. ലോകത്തെ ഭരിക്കാൻ വരുന്ന സാമ്രാജ്യത്വങ്ങളെ പറ്റി രാത്രിയുടെ യാമത്തിൽ അരയന്നങ്ങളുടെ തൂവലുകൾ കൊണ്ടുണ്ടാക്കിയ പട്ടുമെത്തക്കകത്ത് നിദ്ര കൊള്ളുമ്പോൾ സ്വർഗത്തിലെ ദൈവം വരാനിരിക്കുന്ന യുഗത്തിന്റെ അന്ത്യത്തിലെ സാമ്രാജ്യത്വങ്ങളെ വെളിപ്പെടുത്തുമ്പോൾ ദാനിയേൽ ആ വിവരണത്തെ വെളിപ്പെടുത്തി കൊടുത്തു. ബൈബിളും ദാനിയേൽ പ്രവചനവും ലോകത്തിന്റെ സാമ്രാജ്യങ്ങളും. ഈ കാര്യം പഠിക്കാതെ വേൾഡ് ഹിസ്റ്ററിയോ ഇന്ത്യ ഹിസ്റ്ററിയിൽ ഒന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെയെങ്കിൽ ലോക സാമ്രാജ്യങ്ങൾ എവിടെ തുടങ്ങുന്നു? വായിക്കുന്നു ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ദാനിയേൽ പ്രവചനത്തിൽ കൂടി, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം അതിന്റെ 1-2 വാക്യങ്ങൾ. മഹാസമുദ്രത്തിന് നേരെ ഒരു രാജാവായ ബേൽശസ്സരിന്റെ 1-ാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു. അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങൾ ഉണ്ടായി. അവന് കിടക്കയിൽ ദർശനങ്ങൾ ഉണ്ടായി. അടുത്തത്, അവൻ സ്വപ്നം എഴുതി കാര്യത്തിന്റെ സാരം വിവരിച്ചു. ദാനിയേൽ വിവരിച്ചു പറഞ്ഞതെന്തെന്നാ, ഞാൻ രാത്രിയിൽ എന്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ 4 കാറ്റും, ആകാശത്തിലെ 4 കാറ്റുകൾ മഹാസമുദ്രത്തിന്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു. ഇത് തന്നെ നെബൂഖദ്നേസറും കണ്ടത്. ബൈബിൾ എടുത്തു വെച്ച് നോട്ട് ചെയ്തോണം. ഇത് തന്നെ നെബൂഖദ്നേസറും കണ്ടത്. അടുത്തത് 4. അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന 4 മഹാമൃഗങ്ങൾ, 4 മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു. ഒന്നാമത്തേത് സിംഹത്തോട് സദൃശം. ബാബേൽ സാമ്രാജ്യം ഒന്നാമത്തത്. ബാബേൽ സാമ്രാജ്യം അടുത്തത് കഴുകൻ ചിറകുള്ളതുമായിരുന്നു. കഴുകൻ ചിറകുള്ളതുമായിരുന്നു. ആരാ? ബാബേൽ. ബാബേൽ സാമ്രാജ്യം സിംഹമുഖം. ബാബേൽ ഇറാഖിന്റെ ദേശീയ മൃഗം സിംഹം, ദേശീയ പക്ഷി കഴുകൻ. ഈ നെബൂഖദ്നേസറിന്റെ തലമുറയിൽ ഒരു കൊച്ചുമോൻ ഉണ്ടായിരുന്നു, നബി പോലീസറിന്റെ വകയായി. അവന്റെ പേരാ സദാം ഹുസൈൻ. അതിനെപ്പറ്റി ഞാൻ തൊടുന്നില്ല, പ്രസംഗം ഇതല്ല. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. അതിന്റെ പേരാ തല തങ്കം കൊണ്ട്. തല തങ്കം കൊണ്ട്. അതാ ബാബേൽ ചക്രവർത്തിയായ നെബൂഖദ്നേസർ. നെഞ്ച് അടുത്ത ഭാഗത്തിലേക്ക് വരുമ്പോൾ BC 606 ഇസ്രയേലിനെ ആക്രമിച്ചു. യഹോവായാക്കീമിനെ ചങ്ങലയ്ക്ക് കൊണ്ടുപോയി. ആദ്യം വായിച്ചതുപോലെ ദാനിയേലിനെ, ശദ്രക്കിനെയും
അബേദ്നെഗോഗിനെയും എല്ലാം പിടിച്ചുകൊണ്ടുപോയി കോളനി വാഴ്ച നടത്തി. ഇസ്രയേൽ തകർന്നു പോയി. കണ്ടോ, ജോർദാന്റെ വൻകാട്ടിൽ ഇസ്രയേലിന്റെ നിലവിളി. നിർഭയമായി ശലോമോനാൽ, ദാവീദിനാൽ, ശൗലിനാൽ നടപ്പെട്ട ഒരു ജനം എവിടത്തേക്ക് പോയി? ബാബേലിനകത്തേക്ക് പോയി. ഒന്നാമത്തെ സാമ്രാജ്യം ബാബിലോണിയ സാമ്രാജ്യം. ബാബിലോണിയ സാമ്രാജ്യം 67 വർഷം ലോകത്തിൽ ഭരിച്ചു. 67 വർഷം ബാബിലോണിയ സാമ്രാജ്യം ഭരിക്കുമ്പോൾ പിന്നത്തതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ബാബേൽ സാമ്രാജ്യം ഭരിച്ച കാലഘട്ടത്തിന്റെ നടുവിൽ നിന്ന് തൻ്റെ രാജ്യത്വം തീരുമ്പോൾ ബേൽശസ്സറിന് വേണ്ടി രാജ്യത്വം മാറ്റുന്നു. ബേൽശസ്സർ ചെയ്ത തെറ്റ്, യഹൂദന്റെ ആലയം, ശലോമോനാൽ പണി കഴിപ്പിച്ച ആലയം 1,25,000 ആടുകളെ അറുത്തു. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയ ദൈവാലയത്തിലെ പൊൻവെള്ളി പാത്രങ്ങൾ ബാബേലിൽ കൊണ്ടുവന്ന് അതിനകത്ത് മദ്യമൊഴിക്കുമ്പോൾ രാത്രിയിൽ ഒരു പാർട്ടി നടക്കുക. മദ്യം ദൈവ വചനപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട പാത്രത്തിൽ വീഴുമ്പോൾ മക്കളെ കാണുന്നത് ഒരു ന്യായവിധി അവിടെ ബോർഡിൽ തെളിഞ്ഞു വന്നു. മേനെ മേനെ തെക്കേ ഊർഫസിൽ, രാജാവേ, നിന്റെ രാജ്യത്വം ദൈവം തുലാസിൽ എണ്ണിയിരിക്കുന്നു. തീർന്നില്ല, നിന്റെ രാജ്യത്വം ദൈവം തുലാസിൽ എണ്ണിയിരിക്കുന്നു. വയോധികനായ ദാനിയേലിനെ കൊണ്ടുവരുന്നു. പാട്ട് നിന്നു, ആട്ടം നിന്നു, പരിപാടികളെല്ലാം അവസാനിച്ചു. ആ സമയത്ത് ബാബിലോൺ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയോട് ചേർന്ന ബാബിലോൺ കോട്ട. ഈ ബാബിലോൺ കോട്ടയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ബാബിലോൺ കോട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 75 വാതിലുകളുണ്ട്. രാത്രിയിൽ നെബൂഖദ്നേസറിന്റെ മകനായ ബേൽഷസർ മദ്യം കുടിച്ച്, വീഞ്ഞു കുടിച്ച് പാർട്ടി നടത്തുമ്പോൾ ആരും അറിയാതെ ഒരു സൈന്യം ബാബേൽ കോട്ടയിലേക്ക് കടന്നു വന്നു. അതാര്? ദാനിയേൽ പ്രവചനം അതിന്റെ 7-3-4 വാക്യങ്ങൾ. രണ്ടാമത്തെ മൃഗം വായിച്ചാട്ടെ. രണ്ടാമത്തെ മൃഗം ദാനിയേൽ 7-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. ഒന്നാം മൃഗം സിംഹത്തിന് സദൃശവും കഴുകൻ ചിറകും. അടുത്ത വാക്യം. രണ്ടാമത് കരടിയോട് സദൃശ്യമായ മറ്റൊരു മൃഗത്തെ കണ്ടു. കരടി, മേദ്യ പാർസ്യ, മറ്റൊരു മൃഗത്തെ കണ്ടു. അടുത്തത്, അത് ഒരു പാർശ്വം ഉയർത്തി. അത് പേർഷ്യൻ രാജ്യങ്ങൾ, എണ്ണ രാജ്യങ്ങൾ ഒരു പാർശ്വം ഉയർത്തിയിരുന്നു. അടുത്തത്, വായിൽ പല്ലിന്റെ ഇടയിൽ 3 വാരിയല് കടിച്ചു പിടിച്ചും കൊണ്ട് 3 വാരിയല്ലുകൾ കടിച്ചുകൊണ്ട് ഈജിപ്റ്റ്, ലിബിയ, ജോർദാൻ. അതിന്റെ അർത്ഥമാ ദാര്യാവേശും കോരശും. ഈ കോരശിനെ പറ്റി ജോസഫ് കുട്ടി യെശയ്യാവ് 45 എടുക്കണം, പറയുമ്പോൾ വായിക്കണം, ദൈവവചനം മനസ്സിലാക്കണം. ആരാ? ഒന്നാമത്തെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ, തല തങ്കം കൊണ്ടുള്ളവൻ. അവന്റെ കാലുശേഷം ബേൽഷസർ ഭരിക്കുമ്പോൾ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന കാര്യം എന്താ? മദ്യവും മദിരാക്ഷിയും കൊണ്ട് പാർട്ടി നടക്കുമ്പോൾ മേനെ മേനെ തെക്കേ ഊർഫസിൽ അവൻ ആകെ വിറച്ചുപോയി. അവന് കാര്യം പിടികിട്ടി. ദാനിയേലിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്ത, തന്റെ അപ്പന്റെ ദിവ്യദർശനത്തെ വെളിപ്പെടുത്തിയ ദാനിയേൽ കൊട്ടാരത്തിനകത്ത് വരുമ്പോൾ വാക്യം വായിക്കുന്നു, മേനെ മേനെ തെക്കേ ഊർഫസിൽ, രാജാവേ, നിന്റെ രാജ്യത്വം തുലാസിൽ എണ്ണിയിരിക്കുന്നു. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ മേദ്യ പാർശ്വ ചക്രവർത്തിമാർ ഇരുമ്പോടാമ്പലുകളെ തകർത്ത് താമ്ര കഥകളെ വെട്ടിമാറ്റി ആദ്യത്തെ സാമ്രാജ്യത്തിനെ തകർത്ത് കളയും. ആ രണ്ടാമത്തെ സാമ്രാജ്യമാ മേദ്യ പാർസ്യ. ദാര്യാവേശ് മേദ്യയുടെ ചക്രവർത്തിയും പാർസ്യയുടെ ചക്രവർത്തിയായി കോരശും. അവർ രണ്ടുപേരും വരും. അത് രണ്ടാമത്തെ മൃഗം കരടി. കരടി രണ്ടാമത്തെ മൃഗത്തെ കാണിക്കുന്നു. പേർഷ്യൻ രാജ്യം ഇന്നത്തെ ആണവ ഇറാന് തൊട്ടുവെക്കുന്നു. ഈ സാമ്രാജ്യം മടങ്ങി വരാൻ പോകുന്നു. 3 വാരിയല്ലുകൾ, ലിബിയ, ഈജിപ്റ്റ്, ജോർദാൻ, ഇവർ ചേർന്ന് എവിടത്തേക്ക് കടന്നു വന്നു? ബാബിലോണിയ സാമ്രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇസ്രയേലിന്റെ ഭരണം അവരുടെ കരങ്ങളിലെത്തി. അങ്ങനെ ഒരു കോരശ് ജനിക്കുമോ? ബൈബിളിനകത്തുണ്ട്, ഒരു കോരശ് ജനിക്കും. ഈ യെശയ്യാവ് പ്രവചനം ദാനിയേൽ എഴുതുന്നതിന് 150 കൊല്ലം മുമ്പാ. ദാനിയേൽ പ്രവചനം 550 വർഷമേ ഉള്ളൂ. യെശയ്യാ പ്രവചനം യേശു ജനിക്കുന്നതിന് മുമ്പിട്ട് 2700 വർഷം. എൻ്റെ കണക്ക് ക്ലിയറാന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അന്ന് ഈ കോരശിനെ പറ്റി തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കോരശ് ജനിക്കുന്നതിനെ പറ്റി. സൈറസ് കണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനസ്സിലാക്കണം. കാമ്പിയാസ് എന്ന് പറയുന്ന പാർസി ചക്രവർത്തിയുടെ മകനായ കോരശ് എൻ്റെ ഇടയനാകും, അവൻ ആലയം പണി കഴിപ്പിക്കും എന്നതിനെ പറ്റി ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? കോരശ് എൻ്റെ ഇടയൻ. എവിടെ എഴുതിയിരിക്കുന്നു? യെശയ്യാ പ്രവചനം 45:1-2 വാക്യങ്ങൾ. യെശയ്യാ പ്രവചനം ഒന്ന് വായിച്ചാട്ട് കുഞ്ഞേ. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ തന്റെ അഭിഷിക്തനായ കോരശിനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. കോരശ് അന്ന് ജനിച്ചിട്ടില്ല. അടുത്തത്, അവന് ജാതികളെ കീഴടക്കി രാജാക്കന്മാരുടെ അരക്കച്ചകളെ അഴിക്കേണ്ടതിനും ബാബിലോണിയ രാജാവിനെ അവൻ തകർക്കും. അടുത്തത്, കതകുകൾ അവന് തുറന്നിരിക്കേണ്ടതിനും വാതിലുകൾ അവന് വേണ്ടി തുറക്കും ബാബേൽ കോട്ടയുടെ. അടുത്തത്, ഞാൻ അവന്റെ വലം കൈ പിടിച്ചിരിക്കുന്നു. അവന്റെ വലം കൈയിൽ കോരശ്. അവൻ ജനിക്കുന്നതിന് 150 കൊല്ലത്തിന് മുമ്പിട്ട് എഴുതിയ പ്രവചനം. അടുത്തത്, ഞാൻ നിനക്ക് മുമ്പായി ചെന്ന് ദുർഘടങ്ങളെ നിരപ്പാക്കുകയും ദുർഘടങ്ങളെ ബാബേൽ കോട്ടയുടെ ദുർഘടങ്ങളെ നിരപ്പാക്കുകയും താമ്രവാതിലുകളെ തകർത്ത് ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുകയും ചെയ്യും. മതി ജോസഫ് കുട്ടി, ഇതാ പ്രവചനം. ദാനിയേൽ 7:2. ആകാശത്തിൽ നിന്ന് 4 കാറ്റ് മഹാസമുദ്രത്തിന് നേരെ അടിക്കുന്നു. തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ കയറുന്നു. 1 മേദ്യ, 2 പാർസി രാജവംശം. അതിനകത്ത് കാമ്പിയാസിന്റെ മകനായ കോരശ്, അവൻ ജനിക്കുന്നതിന് മുമ്പ് ബൈബിൾ എഴുതി. യെശയ്യാ പ്രവചനം, കോരശ് എൻ്റെ ഇടയൻ, ഇരുമ്പോടാമ്പലുകളെ തകർക്ക്, താമ്ര കതകുകളെ വെട്ടിമാറ്റും. അവൻ ജാതികളെ തകർത്തുകൊണ്ട് ബാബേലിന്റെ യെരൂശലേമിന്റെ ഭരണം അവന്റെ കൈകളിൽ വരും. 1 യെരൂശലേം ദേവാലയം ആര് പണിഞ്ഞു? ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ. 2 യെരൂശലേം ദേവാലയം ആര് പണിഞ്ഞു? ദാ കിടക്കുന്നു കോരശ് അല്ലെങ്കിൽ സൈറസ്. ഇതാ നെബൂഖദ്നേസർ രാത്രി കണ്ട സ്വപ്നം. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം അഥവാ താമ്രം. ഇനി വരുന്നു ഏകദേശം 200 വർഷം മേദ്യ പാർസ്യ രാജവംശം ലോകത്തെ ഭരിച്ചു. കോളനി വാഴ്ച പോലെ ഏകദേശം 12 ചക്രവർത്തിമാർ ലോകത്തെ ഭരിച്ചു. ഈ കാമ്പിയാസ് എന്ന് പറയുന്ന അപ്പനോട് ഞാൻ ചരിത്രം വായിച്ചപ്പോൾ കേട്ടതാ, ഈ കോരശ് നെബൂഖദ്നേസറിനെ പറ്റി ചോദിക്കും. അങ്ങനെ ചോദിച്ച് ആ ബലം ഉൾക്കൊണ്ട് ഈ നെബൂഖദ്നേസറിന്റെ ചടുലത കണ്ടിട്ട് ആരെ തകർത്തത്? ബേൽശസ്സറിനെ തകർത്തു. നമ്മുടെ ഉപവാസത്തിലെല്ലാം ചിലരങ്ങ് ഇരച്ച കയറും. ഇരുമ്പോടാമ്പലുകളെ തകർക്കും, താമ്രക്കഥകളെ വെട്ടിമാറ്റ്. ഇതെവിടുന്ന് വന്നു? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരുമില്ല. കുഞ്ഞ് കോരശ് ജനിക്കുന്നതിന് 150 വർഷങ്ങൾക്ക് മുമ്പ് ഭക്തനായ യെശയ്യാവിനോട് പറഞ്ഞു, കോരശ് എൻ്റെ ഇടയനാകുന്നു, അവൻ ഇരുമ്പോടാമ്പലുകളെ തകർക്ക്, താമ്രക്കഥകളെ വെട്ടിമാറ്റ്, ജാതികളെ ഹല്ലേലൂയ അവകാശമാക്ക്, തകർന്നു കിടക്കുന്ന യെരൂശലേം ദേവാലയം പണിയുമെങ്കിൽ ഇന്ന് രാത്രിയും പകല് വചനം കേൾക്കുന്നവരെ ആകാശം മാറ്, ഭൂമി മാറ്, എന്നാൽ സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം മാറത്തില്ല. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. കോരശ് ജനിക്കുന്നതിന് മുൻപ് പ്രവചനങ്ങൾ എഴുതി വെച്ചു. സ്തോത്രം. തീർന്നില്ല. 21 രാജാക്കന്മാർ ഇവർക്ക് വേണ്ടി ഭരണം നടത്തി. പിൽക്കാലത്തിൽ തല തങ്കവും നെഞ്ചും കൈയും വെള്ളിയും, അരഭാഗം താമ്രം. അതാ അടുത്ത വാക്യം വായിച്ചാട്ടെ. ദാനിയേൽ പ്രവചനം വാക്യത്തോട് ഒരുമിച്ച് നാം സഞ്ചരിക്കാം. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായം 4-ാമത്തെ വാക്യം, തല തങ്കം കൊണ്ടും. അടുത്തത് 7. പിന്നെ പുള്ളിപ്പുലിക്ക് ഇനി അത് മാറ്റണ്ട വാക്യങ്ങളാ പോകുന്നത്. പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊരുവൻ. അടുത്തത്, അതിന്റെ മുതുകത്ത് പക്ഷിയുടെ 4 ചിറകുണ്ടായിരുന്നു. 4 കമാൻഡർമാരുമായിട്ട് ഒരുത്തൻ വന്നു. അവന്റെ പേര് അലക്സാണ്ടർ. ഇത് പഠിക്കാതെ ഒരു കുഞ്ഞുങ്ങൾക്ക് ചരിത്രത്തിൽ കയറാൻ പറ്റത്തില്ല. ആരാ? ഗ്രീസിന്റെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു. ഗ്രീസിന്റെ ഏറ്റവും ശക്തനായ ചക്രവർത്തിയാം, ഏറ്റവും മാസിഡോണിയൻ ചക്രവർത്തിയായ ഫിലിപ്പിന്റെ ഭാര്യയുടെ പേര് ഒളിമ്പിയാസ്. ഒളിമ്പിയാസിന്റെ ആദ്യത്തെ മകന് അലക്സാണ്ടർ. പുള്ളിപ്പുലി കഴുകൻ ഇര തേടി പിടിക്കുന്നത് പോലെ ലോകരാജ്യങ്ങളെ വെട്ടിപ്പിടിക്കുവാൻ ഇറങ്ങിത്തിരിച്ചവന് 3-ാമത്തെ സാമ്രാജ്യത്തിന്റെ ഉടമയായ ആരാണ്? ദ ഗ്രേറ്റ് അലക്സാണ്ടർ. 4
പടയാളികൾ അല്ലെങ്കിൽ അവൻ്റെ കമാൻഡർമാരുണ്ടായിരുന്നു. ആരാ അവൻ്റെ 4 കമാൻഡർമാർ? ചരിത്രം മനസ്സിലാക്കണം. ക്യാപ്റ്റൻ സെലൂക്കാസ്, ക്യാപ്റ്റൻ കസാന്തസ്, ക്യാപ്റ്റൻ ലിസിമക്കാസ്, ക്യാപ്റ്റൻ ടോളമി. എത്ര ക്ലിയർ ബൈബിൾ! 2500 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്തിരിക്കുന്ന ദാനിയേൽ എഴുതി വച്ചിരിക്കുന്നതാ. 4 കമാൻഡർമാരുമായി പുള്ളിപ്പുലിക്ക് സദൃശമായ ഗ്രീസ് എഴുന്നേറ്റ് വരും. 3ാമത്തെ സാമ്രാജ്യം കണ്ടോ? അങ്ങനെയെങ്കിൽ അവൻ ആരാ? അവന്റെ മാതാവ് ഒളിമ്പിയസ് പറഞ്ഞതാ, ഗ്രീസിലെ ഒരു ദേവനുണ്ട്, ആ ദേവന്റെ പേര് ഫിലിയോ. ജനിച്ചത് പിയൂസ് ഗ്രാമം. കണ്ടോ? ഫിലിയോ എന്ന ഗ്രാമത്തിൽ തെറ്റിപ്പോയി. പിയൂസിന്റെ അടുത്ത പിന്മുറക്കാരനാണ് ഫിലിയോ എന്ന ഗ്രാമത്തിൽ. നല്ല ജ്ഞാനിയായിരുന്നു. കുറെയെങ്കിലും വേഗത്തിൽ വേട്ടയാടുന്ന ഒരു മൃഗത്തെ പോലെ സഞ്ചരിച്ചവനാ ഈ ആര്? അലക്സാണ്ടർ. അവന്റെ മുഴുവൻ തത്വശാസ്ത്രവും അരിസ്റ്റോട്ടലിന്റെ കയ്യിൽ നിന്ന്. ആരാ അലക്സാണ്ടർ? BC 330 മുതൽ 7 വർഷം ലോകത്തെ ഭരിച്ചു. അലക്സാണ്ടറിന് എന്താ സംഭവിച്ചത്? അലക്സാണ്ടർ ആരാ? മഹാസമുദ്രത്തിന് നേരെ പടവാളോങ്ങിയ ചക്രവർത്തിയ അലക്സാണ്ടർ. ലോക ചരിത്രം വായിക്കുമ്പോൾ നിങ്ങൾക്കറിയണം, മനസ്സിലാക്കണം. തന്റെ സഞ്ചരിക്കുന്ന ഒരു കുതിരയുടെ പേരുണ്ട് ബിസിപാലസ്. ആ കുതിരയുടെ പേര് ബിസിപാലസ്. ഒരിക്കൽ മധ്യാരണ്യ കടലിൽ കൂടി അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞതാ, തന്റെ കയ്യിലിരിക്കുന്ന വാൾ ഉയർത്തിയിട്ട് പറഞ്ഞതാ, മഹാസമുദ്രമേ, നീ ഒരു കടലായിരുന്നെങ്കിൽ ഞാൻ നിന്നെ വെട്ടിപ്പിടിക്കുമായിരുന്നു. പുള്ളിപ്പുലിക്ക് സമൃദ്ധമായ സാമ്രാജ്യം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവസാനം എന്താ സംഭവിച്ചത്? മാസിഡോണിയൻ ചക്രവർത്തിയായ ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന അലക്സാണ്ടർ 7 വർഷം ഭരണത്തിൽ തീർന്നില്ല. അവനൊരു യാത്ര കഴിഞ്ഞു പോകുമ്പോൾ ശക്തമായ കാറ്റടിക്കുന്നു. ശക്തമായ കാറ്റടിക്കുമ്പോൾ അവന് വല്ലാതൊരു ജ്വരപ്പനി പിടിച്ചു. അവനറിയാം മരണം നടക്കും. അവന്റെ സഹോദരിയുടെ പേര് തെസ്ലോനിക്ക. ആ തെസ്ലോനിക്കയെ വിവാഹം ചെയ്തിരിക്കുന്ന ക്യാപ്റ്റൻ സെലൂക്കസ് അളിയനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ ഈ പനിയാൽ മരിച്ചു പോകും. ഞാൻ പനി പിടിച്ച് മരിച്ച് എന്റെ ഡെഡ് ബോഡി സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 2 കൈകളും തുറന്നിട്ടിട്ട് വേണം കൊണ്ടുപോകുവാൻ. അയ്യോ! ആ സെലൂക്കസ് തന്റെ സഹോദരിയുടെ ഭർത്താവായ ക്യാപ്റ്റൻ സെലൂക്കസ്, സഹോദരി തെസ്ലോനിക്കയുടെ ഭർത്താവായ സെലൂക്കസ് പറഞ്ഞു, അയ്യോ രാജൻ, ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിച്ച് അങ്ങ് കൈ വളർത്തിയിട്ട് ശവമഞ്ചത്തിനകത്ത് കൊണ്ടുപോകണോ? അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞ, ഞാൻ വെട്ടിപ്പിടിച്ചു, മഹാസമുദ്രത്തിന് നേരെ പടവാളോങ്ങി സകല രാജ്യങ്ങളും വെട്ടിപ്പിടിച്ചു, പക്ഷെ ഒരു പനി മൂലം ഞാൻ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകും. കണ്ടോ? ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് അരിസ്റ്റോട്ടലിന്റെ ശിഷ്യനായി ഫിലിയോ ഗ്രാമത്തിൽ ജനിച്ച് പിയൂസ് ദേവന്റെ അവതാരം എന്ന് പറഞ്ഞ് മാതാവ് ഉയർത്തിക്കൊണ്ടുവന്ന് കുതിരയ്ക്കകത്ത് സഞ്ചരിച്ച ദ ഗ്രേറ്റ് അലക്സാണ്ടർ, പുള്ളിപ്പുലിയെ പോലെ വേഗത്തിൽ ഓടുന്നവർ, 4 പട്ടാളക്കാരുമായി ലോകരാജ്യങ്ങളെ ഭരിക്കാൻ ഇറങ്ങി തിരിച്ചവർ 7 വർഷം കൊണ്ട് സെമിത്തേരിയിലേക്ക് കടന്നുപോയി. മകനെ, മകളെ, കൊട്ടാരമായാലും മൃത്യു കടന്നു വരും. കോട്ടയ്ക്കകത്തും മരണം നിന്നെ പിടിക്കും. 30,000 സൈന്യവുമായി ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ കടലുകൾ തോറും സഞ്ചരിച്ച പ്രിയപ്പെട്ട അലക്സാണ്ടർ കഠിനമായ പനി ബാധിച്ചിട്ട് അർബില്ലിയ എന്ന സ്ഥലത്ത് മാസിഡോണിയയിൽ അദ്ദേഹത്തിൻ്റെ ശവശരീരം അടക്കിയെങ്കിൽ 3ാമത്തെ സാമ്രാജ്യവും അസ്തമിച്ചു കഴിഞ്ഞു. ദാനിയേൽ രാത്രി ദർശനത്തിൽ, നെബൂഖദ്നേസർ ലോക സാമ്രാജ്യങ്ങളെ രാത്രിയുടെ ഉറക്കത്തിനകത്ത്, 1ാമത്തെ സാമ്രാജ്യമായ ബാബേൽ ഏകദേശം 67 സംവത്സരം, 2ാമത്തെ സാമ്രാജ്യമായ മേദ്യപാർസ 12 ചക്രവർത്തിമാരാൽ 200-ൽ പരം വർഷം, 3ാമത്തെ സാമ്രാജ്യമായ അലക്സാണ്ടറിന്റെ 3ാമത്തെ ഗ്രീസ് സാമ്രാജ്യം 7 വർഷം കഴിയുമ്പോൾ 4ാമതൊരുവൻ വന്നു. അതിൻ്റെ പേരാ റോമാ സാമ്രാജ്യം. 2 ഭാഗങ്ങളായി റോമാ സാമ്രാജ്യം.
രണ്ട് ഭാഗങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താ റോമ സാമ്രാജ്യത്തിന്റെ? പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ. റോം ഭരണം നടത്തുമ്പോഴാ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം. റോമിന്റെ ശിക്ഷാവിധിയ ക്രൂശീകരണം. മനുഷ്യനെ മൃഗങ്ങൾക്കിട്ട് കൊന്നുകൊടുക്കുക, ഇതെല്ലാം ചെയ്യുന്നത്. AD 60 മുതൽ ഇസ്രയേലിനെ കഠിനമായി ഈ റോം ദ്രോഹിക്കുവാൻ തുടങ്ങി. ഒരു ചരിത്രം ഞാൻ വായിച്ചിട്ട് പലപ്പോഴും കരയാറുണ്ട്. റോമിന്റെ കൈസർമാർ ആ കാലഘട്ടത്തിനകത്ത് യേശു ക്രിസ്തുവിനെ തച്ചൻ്റെ മകൻ എന്നാ വിളിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താ യേശുവിനെ തച്ചൻ്റെ മകൻ എന്ന് വിളിക്കുമ്പോൾ? അന്ന് ലണ്ടൻ മിഷനോടുള്ള ബന്ധത്തിൽ അനേകം പേർ ആ കാലഘട്ടത്തിനകത്ത് മിഷനറിയോടുള്ള ബന്ധത്തിൽ അനവധി പേർ തിരുവെഴുത്തുകൾ പഠിക്കും. അപ്പൊ ലണ്ടനിനകത്ത് ഈ പ്രിയപ്പെട്ടവർ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ക്രൂരമായ ശിക്ഷയ്ക്ക് കൊണ്ടുവരുത്തും. ഞാൻ വായിച്ച് കരഞ്ഞൊരു കഥയുണ്ട്. ഒരു പൈതൽ 21 വയസ്സ്, ലണ്ടനകത്ത് ശനിയാഴ്ച അവധിയാവും. ഭൂമിക്കടിയിൽ പട്ടാളക്കാരുടെ തിയേറ്റർ ഉണ്ട്, കാറ്റക്കമ്പ് കൊലോസിയും. അവിടെ രാത്രിയിൽ പാർട്ടി നടക്കും. സർക്കസിന്റെ ഒരു റാമ്പ് പോലെ അവിടെ കാണും. ഒന്നുകിൽ മനുഷ്യന്റെ ശരീരത്തിനകത്ത് വന്യമൃഗങ്ങളെ വിട്ടു കൊല്ലും, അല്ലെങ്കിൽ സുവിശേഷം പ്രസംഗിക്കുന്ന ഉപദേശിമാരുടെ തലയ്ക്കകത്ത് ചട്ടി വെക്കും. ഈ ചട്ടിക്കകത്ത് ഏറ്റവും നല്ല കൽക്കരിയിടും, കത്തിക്കും. രാത്രി മുഴുവൻ വിളക്ക് പ്രകാശിക്കും. ഈ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴും. മാറാനാഥ യേശുവേ വരണേ. തീർന്നില്ല. റോം ചെയ്യുന്ന ക്രൂരമായ ശിക്ഷാവിധി നമ്മുടെ കരങ്ങളിലേക്ക് ഈ ബൈബിൾ വരുവാൻ എത്ര പേര് വില കൊടുത്തെന്നറിയാമോ? റോം ചെയ്യുന്ന ക്രൂരമായ ശിക്ഷാവിധി, ഒരു മിഷനറിയെ കിട്ടിയാൽ 2 കാലുകൾ ഒരു മരക്കൊമ്പത്തിനകത്ത് 2ആയി കെട്ട്. ഈ മരക്കൊമ്പ് ചില്ല അടുപ്പിച്ചു വെക്ക്. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ ചില്ലയ്ക്കകത്ത് കാൽ മുറുകുമ്പോൾ 2 വശത്തേക്കും ആ കമ്പുകൾ മാറുമ്പോൾ സഹോദരനായ മിഷണറി അല്ലെ സഹോദരിയായ മിഷണറിയുടെ ശരീരം 2ആയി കീറും. മക്കളെ, നമ്മുടെ കരങ്ങളിൽ ഈ ജീവന്റെ വചനം എത്തുവാൻ എത്ര പേർ മരക്കൊമ്പുകളിനകത്ത് ശരീരം 2ആയി കീറപ്പെട്ടു? എത്ര പേർ രാത്രിയുടെ യാമത്തിനകത്ത് തലയ്ക്കകത്ത് കൽക്കരി കത്തിച്ചു നിന്നു വിളക്കായി? തീർന്നില്ല. വീണ്ടും ചരിത്രം പഠിക്കുമ്പോൾ മക്കളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ടാർപാട്ടയ്ക്കകത്ത് ചൂടാക്കിയ ടാറിനകത്ത് മനുഷ്യന്റെ തല കിഴിച്ചിട്ടകത്ത് കയറ്റും. അതിനകത്ത് മിഷനറിയെ ഉരുട്ടും. തല വെന്ത് അതിനകത്ത് മരിക്കും. ഇതൊന്നും ആരും പ്രസംഗിക്കത്തില്ല. ഇന്ന് അനുഗ്രഹത്തിന്റെ പ്രസംഗമാ. കുഞ്ഞെ, എന്റെയും നിന്റെയും കരങ്ങളിൽ ബൈബിൾ വരുവാൻ ആ ചരിത്രമോർത്ത് കരയുക. റോമിലെ ഒരു ചക്രവർത്തി കൈസർ 21 വയസ്സുള്ള ഒരു ബാലകനെ കൊണ്ടുവന്നു. ഒരു സുവിശേഷകൻ ബൈബിൾ കോളേജിൽ പഠിച്ചിറങ്ങിയതാ. രാത്രിയിൽ ശക്തമായ പാർട്ടി നടക്കുന്നു. അവനെ റാമ്പിനകത്ത് കെട്ടി നിർത്തിയിരിക്കുന്നു. എല്ലാവരും മദ്യം കഴിച്ച് പരിപാടി നടക്കുമ്പോൾ തൊട്ടടുത്ത് ക്രൂര മൃഗങ്ങളുടെ കൂടാ ഈ കുഞ്ഞു ബാലകൻ, ആ ചെറുപ്പക്കാരൻ 21 വയസ്സുള്ള പക്വത അധികമില്ലാത്ത അവനോട് രാജാവിന്റെ ഭടന്മാർ ചോദിക്കുന്നു, യു വിൽ അക്സെപ്റ്റഡ് ജീസസ് ക്രൈസ്റ്റ്? അവന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്. അവനെ കെട്ടി നിർത്തിയിരിക്കുക. നീ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നുവോ? ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഐ വിൽ അക്സെപ്റ്റ് മൈ ജീസസ്. ഞാൻ എൻ്റെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുന്നു. അപ്പൊ ചോദിച്ചതാ, വിത്തിൻ മിനിറ്റ്സ് ദ ലയൺസ് കം ഔട്ട് ഓഫ് ദാറ്റ് ടെന്റ്. ഒരു ടെന്റിനകത്ത് ലയൺസ് ഉണ്ട്, അതിറങ്ങി വരും. The lions are targeted with you. നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കി വെച്ച ലയൺസ് മിനിറ്റുകൾ കൊണ്ട് മരിക്കും. നീ മരിക്കണോ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കോ? ഉടനെ ഈ ചെറുപ്പക്കാരൻ വീണ്ടും ആ ബൈബിള് കെട്ടിവെച്ചൊക്കെ അവന് ചലിക്കാമേ നാവ് കൊണ്ട് പറയുന്നു, ഐ വിൽ ആക്സെപ്റ്റ് മൈ ജീസസ്. ഉടനെ ചക്രവർത്തി മുൻപോട്ട് വന്ന് ചെറുപ്പക്കാരൻ ചോദിച്ചു, വേർ ഈസ് യുവർ കാർപ്പന്റർ? യേശു രക്ഷകനാന്ന് ബ്രിട്ടൻകാരൻ അറിയത്തില്ല. വെള്ളക്കാരൻ ചോദിക്കുക, നിന്റെ കാർപ്പന്റർ എവിടെ? ആശാരി. ഉടനെ ചെറുപ്പക്കാരൻ മിനിറ്റ് കൊണ്ട് മരിക്കാൻ പോവാ. അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, മൈ കാർപ്പന്റർ ഈസ് ബിസി. രാജാവ് ഞെട്ടിപ്പോയി. വെളുപ്പിന് 1 മണിക്ക് കാർപ്പന്ററായ ആശാരി എന്ത് പണി?
യവന്റെ കാർപ്പൻറ്റർ എവിടെ? മൈ കാർപ്പൻറ്റർ ഈസ് ബിസി. അപ്പൊ രാജാവ് ചോദിച്ചു, വൈ യുവർ കാർപ്പൻറ്റർ ഈസ് ബിസി? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയോ, മൈ കാർപ്പൻറ്റർ ഈസ് മേക്കിംഗ് എ പാലസ് ഫോർ മീ, പാലസ് ഫോർ മീ. എനിക്ക് വേണ്ടി അവൻ ഒരു കൊട്ടാരം പണിഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ കൊട്ടാരത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ആ കൊട്ടാരം ഒരുക്കിയാൽ എന്നെ ഈ ലണ്ടനിലകത്ത് കാറ്റലോകം, ലണ്ടനിലെ ഭൂമിക്കടിയില് കൊലോസിയ കാറ്റക്കൊമ്പിനകത്ത് തകർത്താലും, എൻ്റെ ശരീരം മൃഗത്തിന് ഭക്ഷണമായി കൊടുത്താലും, ഒരസ്ഥി കഷ്ടത്തിനകത്തുനിന്ന് എന്നെ ഉയർത്തി നിത്യതയിലേക്ക് കൊണ്ടുവരും. തീർന്നില്ല. ഇതാ പ്രത്യാശ. നേരത്തെ പ്രസംഗിച്ചതുപോലെ പ്രത്യാശയോടെ സ്വീകാരം മുറുകെ പിടിക്കുക. വീണ്ടും അടുത്തത്, പ്രിയപ്പെട്ട ദൈവ കുഞ്ഞുങ്ങളെ, അടുത്തത് വീണ്ടും പറയുന്നു. രാജാവിനോട് പറയാ, മൈ കാർപ്പൻറ്റർ ആൾസോ മേക്കിംഗ് എ കോഫിൻ ഫോർ യു. എടാ കള്ള രാജാവേ, നിനക്ക് വേണ്ടി ഒരു ശവപ്പെട്ടി എൻ്റെ കർത്താവ് ഒരുക്കുന്നു. കൊണപ്പെടാത്ത എല്ലാവരെയും കണ്ടോ? ഇസ്രായേൽ മക്കൾ ആവർത്തന പുസ്തക പ്രകാരം മോശ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കളോട് പറഞ്ഞ്, നിങ്ങൾ എൻ്റെ വാക്ക് തെറ്റിച്ചാൽ ക്രൂരമായ ഭരണത്തിന്മേൽ നിങ്ങളെ കൊണ്ടുവരും. എത്ര കഥയാ! ബാബിലോണിയ രാജാവ് അടിമയാക്കി കൊണ്ടുപോയി. മേദ്യ പാർസിയ ഇസ്രയേലിനെ കുറെ ആക്രമിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ ക്രൂരമായ ശിക്ഷ യഹൂദന് കൊടുത്തത് റോമാ സാമ്രാജ്യം. ഉപദേശിമാരെ ടാർബാട്ടയ്ക്കകത്തും, ഉപദേശിമാരെ മരക്കൊമ്പിനകത്തും, ഉപദേശിമാരുടെ തലയിൽ കൽക്കരിയുടെ തൊട്ടിയും, ഉപദേശിമാരെ വന്യമൃഗത്തിന് വിട്ടുകൊടുത്തു. അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, നിന്റെയും എന്റെയും കരങ്ങളിലേക്ക് ഈ വചനം എത്തുവാൻ അനേകം പേർ മരച്ചില്ലയ്ക്കകത്ത് തങ്ങളുടെ ജീവനെ കൊടുത്തു. അനേകം പേർ ടാർപ്പാട്ടയ്ക്കകത്ത് തങ്ങളുടെ ജീവനെ കൊടുത്തു. അനേകം പേർ വന്യമൃഗങ്ങളുടെ നടുവിൽ അവരുടെ ജീവനെ കൊടുത്തു. അനേകം പേർ രാത്രിയും പകലും നിന്ന് കത്തിയതിന് ശേഷമാ നിങ്ങളുടെ കരങ്ങളിലേക്ക് ഈ ബൈബിൾ വന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ യഹൂദനെ ദ്രോഹിച്ചത് ഒരു സാമ്രാജ്യമാ. ആ സാമ്രാജ്യമാ റോമാ സാമ്രാജ്യം. വായിച്ചാട്ട് ദൈവദാസനെ, വെളിപ്പാട് പുസ്തകം പുള്ളിപ്പുലിക്ക് ശേഷം അടുത്തത് മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. തമ്മിൽ ഭേദിച്ചു നിൽക്കുന്ന 4 മഹാമൃഗങ്ങൾ. 1 സിംഹമുഖം, 2 കരടിക്കാല്, 3 പുള്ളിപ്പുലിക്ക് സദൃശം. അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ട്, 4ാമത്തെ മൃഗം. അടുത്തത് പുള്ളിപ്പുലിക്ക് ശേഷം അടുത്തത് ദാനിയേൽ പ്രവചനം 7:5 തൊട്ടങ്ങ് വായിച്ചോ. പുള്ളിപ്പുലിക്ക് ശേഷം ദാനിയേൽ പ്രവചനം 7:5 മുതലോ മുൻപോട്ട് വായിച്ചാട്ടെ. രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള 4ാമതൊരു മൃഗത്തെ കണ്ടു. 4ാമതൊരു മൃഗം. ഈ മൃഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവചനത്തിനകത്ത്, ബൈബിളിനകത്ത് മൃഗത്തെ കൊടുത്തിരിക്കുന്ന ഭരണാധികാരി എന്നാ. ഹേരോദാവ് യേശു പറഞ്ഞത് ആ കുറുക്കനോട് പറയാൻ. ഹേരോദാവ് കുറുക്കനൊന്നുമല്ല, പക്ഷെ അവൻ്റെ സ്വഭാവം കണ്ട മൃഗം ഭരണാധികാരി എന്ന് പറയുന്നത്. പ്രിയ മക്കളെ, 1ാം മൃഗം ബാബേൽ, 2ാം മൃഗം മേദ്യ പാർസ്യ, 3ാം മൃഗം ഗ്രീസ്, 4ാം മൃഗം റോമൻ. നിൽക്കട്ടെ, 4ാമതൊരു മൃഗം ഘോരവും ഭയങ്കരവും. ഏറ്റവും ശക്തമായ ഒരു മൃഗമാണ് ഘോരവും ഭയങ്കരവും. എന്താ ഈ മൃഗത്തിന്റെ പ്രത്യേകത? തിന്നുകയും, വായിച്ചാട്ട് മക്കളെ അടുത്ത വാക്യം, തിന്നുകയും, വലിയ ഇരുമ്പ് പല്ലുണ്ടായിരുന്നു, സകലരെയും അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു. സകല ഭരണാധികാരികളെ ചവിട്ടിക്കളഞ്ഞു റോമൻ. നിൽക്കട്ടെ, സ്തോത്രം. 4 സാമ്രാജ്യമായി നെബൂഖദ്നേസർ കണ്ട സ്വപ്നം ഇത്. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം, കാലിൻ്റെ 2 തുട
പാശ്ചാത്യ റോമ, പൗരസ്ത്യ റോമ. രണ്ട് തുട, ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള ഒരു സാമ്രാജ്യം. ഈ യെരുശലേമിനെ ഏറ്റവും കൂടുതൽ ചുട്ടരിച്ചത് ഈ റോമ സാമ്രാജ്യമാണ്. യെരുശലേമിൽ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൽ AD 30 മനസ്സിലാക്കണം, അവർ ചിതറാൻ തുടങ്ങി. AD 35 ഓസ്ട്രിയയിലെ ചന്തയിൽ കൊണ്ടുവന്ന് പൗലോസിനെ കൊല്ലുന്നത്. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞവനെ റോമിൻ്റെ പടയാളികൾ തല വെട്ടിക്കൊന്നു. യാക്കോബ്, പത്രോസ്ലീഹ എല്ലാം റോമിൻ്റെ കൈസരന്മാരാൽ വധിക്കപ്പെടുന്നു. ഈ തൂങ്ങി മരണം, ഈ കാൽവറിയിൽ തൂക്കിയുള്ള മരണം റോമിൻ്റെ ക്രൂരമായ ശിക്ഷാവിധിയാണ്. ആ കാലത്ത് അവർ AD 70 ആലയം തകർത്ത് കളഞ്ഞു. ഒലിവുമലയോടുള്ള ബന്ധത്തിൽ, യെരുശലേം ദേവാലയത്തിനോടുള്ള ബന്ധത്തിൽ 3 മതങ്ങളുടെ സംഗമഭൂമിയാകുമ്പോൾ ഒരു വഴിത്തർക്കം വെച്ചുകൊണ്ട് റോമിൻ്റെ ചക്രവർത്തിയായ ടൈറ്റസ് ഓശാന പെരുന്നാളിൽ പ്രഭാഷണം നടത്തിയ ആലയവും തകർത്ത് കഴിഞ്ഞു. ഇപ്പൊ യഹൂദന് സിംഹാസനമില്ല. ശലോമോൻ പണിഞ്ഞു, നെബൂഖദ്നേസർ തകർത്തു. കോരശ് പണിഞ്ഞു, അതിനെ എന്തോ ചെയ്തെന്നറിയാമോ? ആലയം ചുട്ടു. ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്നു. യെരുശലേമിലുള്ള സകലരെയും, ഈ ബ്രിട്ടന്റെ ശിക്ഷാവിധി ഭയങ്കരമാണ്, കണ്ണ് ചൂഴ്ന്നെടുക്കുക. അതുപോലെ തന്നെ ചെയ്തത്, അന്ന് യെരുശലേമിനെ കൊള്ളയടിക്കുമ്പോൾ യെരുശലേംകാർ ടാക്സ് കൊടുക്കണം. യെശയ്യാ പ്രവചനം മാറി, ആവർത്തനത്തിലും ലേവ്യയിലും എല്ലാം എഴുതിയിട്ടുണ്ട്. അക്കാലത്ത് ഒരു ക്രൂരമായ ശിക്ഷാവിധി നടത്തിയിട്ടുണ്ട്. പച്ച മനുഷ്യനെ യഹൂദന്റെ സ്ത്രീകൾ കുട്ടുകത്തിനകത്ത് സ്വന്തം ഉദരത്തിൽ ജനിച്ച കുഞ്ഞിനെ തിന്നുന്ന കാഴ്ചയാ റോമിന്റെ ഭരണത്തിങ്കൽ. ഓ, കരഞ്ഞു പോവും ആ പ്രസംഗം പ്രസംഗിച്ചാൽ. അവിടെ മൊത്തം അന്നത്തെ കാലത്ത് പട്ടിണിയാ. AD 70 റോമാ സാമ്രാജ്യത്തിന്റെ ക്രൂരമായ ശിക്ഷാവിധി, കരം കൊടുക്കാനില്ല, ക്ഷാമം. ഒരു പട്ടാളക്കാർ പകൽ യെരുശലേമിന്റെ തെരുവീതിയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ നല്ല ചുട്ട മാംസത്തിന്റെ ഗന്ധമാ. ആ പട്ടാളക്കാർ അവിടെ ചെല്ലുന്നു. അവർ നോക്കിയപ്പോൾ ഒരമ്മച്ചി ഇരുന്ന്, ഒരു സഹോദരി ഇരുന്ന് പാത്രത്തിനകത്ത് മാംസം കഴിക്കുന്നു. ആ മാംസം കഴിച്ചപ്പോൾ ഇവർ മാംസം പിടിച്ചു മേടിക്കാൻ പോന്നു. അന്ന് ഫ്രിഡ്ജും ഫ്രീസറുമില്ല. അമ്മച്ചി പറഞ്ഞു, അയ്യോ, എൻ്റെ കയ്യിലിരിക്കുന്ന പാത്രത്തെ നിങ്ങൾ പിടിക്കരുത്. ഇതാരാ? ഞാൻ പ്രസവിച്ച എൻ്റെ കുഞ്ഞിനെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് അത് കുട്ടുകത്തിനകത്ത് വെച്ചിട്ട് വാർന്ന് അടുപ്പിനകത്ത് വെച്ച് ഞാൻ കഴിക്കുകയാ. ഓ, ആ പട്ടാളക്കാർ കരഞ്ഞുപോയി. 2550 കൊല്ലം മുമ്പ് മോവാബ് സമഭൂമിയിൽ വെച്ച് മോശയോട് പറഞ്ഞു, ആവർത്തന പുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിന്റെ മക്കളുടെ മാംസം നീ ഭക്ഷിക്കും. ലേവ്യ പുസ്തകം 26-29 ഞാൻ വായിക്കുന്നില്ല. ഓ, ഭരണത്തിന്റെ മധ്യേ നിന്റെ മക്കളുടെ മാംസം നീ കഴിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ റോമാ സാമ്രാജ്യം ഇന്ത്യയെ ഭരിച്ചു. 250 വർഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയെ ഭരിച്ചു. ഭയങ്കര ബുദ്ധിമാന്മാർ 618 നാട്ടുരാജ്യങ്ങളെ ഒരുമിച്ച് കൊണ്ട് റോമാ സാമ്രാജ്യം നമ്മളെയും ഭരിച്ചു. ഇതാ ബൈബിളും സാമ്രാജ്യത്വം. കണ്ടോ, വിശുദ്ധമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 4 സാമ്രാജ്യത്തെ പറ്റി നാം പഠിച്ചു. ഒന്നാമത്തെ സാമ്രാജ്യം ബാബേൽ, നെബൂഖദ്നേസർ. 2 മേദ്യ പാർസ്യ 67 വർഷവും. രണ്ടാമത്തെ സാമ്രാജ്യം ഏകദേശം 200 വർഷവും. തീർന്നില്ല. ഗ്രീസ് എന്ന ഒറ്റക്കൊമ്പൻ യവനായ രാജാവ് 7 വർഷവും. പിന്നത്തതിൽ ഇരുമ്പ് കൊണ്ട് വേറൊരുത്തൻ വന്നു. ആ വേറൊരുത്തന് ഇരുമ്പ് അഥവാ തുടയുള്ള ഘോരവും ഭയങ്കരവുമായ സാമ്രാജ്യം. ആ സാമ്രാജ്യം എന്താ? അതാ ബ്രിട്ടന്റെ കോളനി വാഴ്ച. തീർന്നോ സാമ്രാജ്യങ്ങൾ? അതിനുശേഷം അനവധി സാമ്രാജ്യങ്ങൾ വന്നു. അടുത്ത വാക്യത്തിലേക്ക് ദാനിയേൽ പ്രവചനം വായിക്കാം. ദാനിയേൽ പ്രവചനത്തിലേക്ക് വായിച്ചാട്ടെ. അടുത്ത വാക്യം ദാനിയേൽ പ്രവചനം 7. ഘോരവും ഭയങ്കരവും 4-മതൊരു മൃഗം. അടുത്തത്
മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു. 3 ഭരണാധികാരികൾ, ബാബേലിനെക്കാളും മേദ്യപാർശ്വയെക്കാളും മക്കളെ ഇത് വ്യത്യാസം ഉള്ളതായിരുന്നു. ഗ്രീസിനെക്കാളും മനുഷ്യനെ കൊല്ലുന്ന സാമ്രാജ്യം. അടുത്തത് വായിച്ചാട്ടെ. അതിന് 10 കൊമ്പുണ്ടായിരുന്നു. കണ്ടോ, റോമൻ സാമ്രാജ്യം 10 കൊമ്പ്. 10 രാജാക്കന്മാരുമായി ലൗദിയോസും ക്ലൗഡിയോസും വെസ്പേഷ്യനും നീറോയും ഡൊമീഷ്യനും 10 കൊമ്പ്, 10 രാജാക്കന്മാരുണ്ടായിരുന്നു. അടുത്തത്, ഞാൻ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു. അന്ത്യകാലത്തിന് തകരുമ്പോൾ ഒരു ചെറിയ കൊമ്പ് എക്യൂമനിക്കൽ റിലീജിയനായി വരും. വാക്യം മാറ്റരുത്. സാമ്രാജ്യത്വം അവിടെ തീർന്നു. 4 സാമ്രാജ്യത്വങ്ങൾ. ഇന്ന് നാം ആയിരിക്കുന്നത് 5ാമത്തെ സാമ്രാജ്യമാ. അതിൻ്റെ പേരാ ഇരുമ്പും കളിമണ്ണും. എന്നാൽ ഈ സാമ്രാജ്യം തീരുന്നതിന് മുമ്പ് വേറെ ചില സാമ്രാജ്യങ്ങൾ വന്നു. അതുകൂടെ ഈ വചനവും സയൻസും ബൈബിളും ആയതുകൊണ്ട് മനസ്സിലാക്കണോ. ബാബേല് പോയി, മേദ്യപാർശ്യ വന്നു, മേദ്യപാർശ്യ മാറി ഗ്രീസ് വന്നു, ഗ്രീസ് വന്നിട്ട് അടുത്തത് വന്നു. അടുത്തത് വന്നതാ റോമൻ സാമ്രാജ്യം. ആ കാലഘട്ടത്തിൽ റോമൻ സാമ്രാജ്യം നിലനിൽക്കുമ്പോൾ വേറൊരുത്തൻ വന്നു. അവന്റെ പേര് നെപ്പോളിയൻ. ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയതാ നെപ്പോളിയൻ. നെപ്പോളിയൻ എന്ത് ചെയ്തു? 1818 ചരിത്രം പറയുന്നു, വാട്ടർലൂ എന്ന് പറയുന്ന ഒരു യുദ്ധം നടന്നു. ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി അവനെ പരാജയപ്പെടുത്തി. നെപ്പോളിയൻ ലോകത്തെ പിടിക്കാമെന്നൊരു സാമ്രാജ്യ നേതാവാം. ലോക രാജ്യത്വങ്ങളെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. 1818 ഒരു യുദ്ധം നടന്നു, വാട്ടർലൂ യുദ്ധം. വാട്ടർലൂ യുദ്ധത്തിനകത്ത് ലോർഡ് വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന ചക്രവർത്തി നെപ്പോളിയനെ തകർത്തു. അവനെ എവിടത്തേക്ക് നാട് കടത്തി? സെന്റ് ആലൻ ദ്വീപ് എന്ന് പറയുന്ന ഒരു ദ്വീപിലേക്ക് നാട് കടത്തി. അവൻ എന്ത് ചെയ്തു? അവൻ അവിടെ കടന്ന് അവന്റെ കാര്യം തീർത്തു. സ്തോത്രം. ആരൊക്കെ ഉണ്ടായിരുന്നു? സ്തോത്രം. അവന്റെ കാമുകി കൂടെ ഉണ്ടായിരുന്നു, സെന്റ് ആലൻ ദ്വീപിനകത്ത്. സ്തോത്രം. തീർന്നില്ല, അവരുടെ ജീവിതം അവിടെ അവസാനിച്ചു. കണ്ടോ, ദാനിയേൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു കാലത്ത് നശിച്ചു പോകാത്ത ഒരു രാജ്യത്തെ സ്ഥാപിക്കും. കൈതൊടാത്ത കല്ല് വരും. ശ്രദ്ധയോടെ അവസാനം ആ വാക്യം കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദൈവജനത്തിന് മനസ്സിലാക്കും. കണ്ടു, റോമാ സാമ്രാജ്യം തകർന്നപ്പോൾ നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ തീർന്നു കിട്ടി. അടുത്തത്, അതിനുശേഷം ജനാധിപത്യ പ്രക്രിയയുടെ കാലത്ത് വന്നൊരു സാമ്രാജ്യം, കമ്മ്യൂണിസം. എവിടുന്ന് വന്നു? അതേ 1800 യഹൂദനായ കാറൽ മാർക്സും ഫ്രെഡി ഏംഗൽസും തുടങ്ങിയതാ കമ്മ്യൂണിസം. മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പെന്നും ദൈവമില്ലെന്നും പൗരോഹിത്യം പണമുണ്ടാക്കുന്ന മാർഗം. ഇതാ കമ്മ്യൂണിസത്തിന്റെ മുഖമുദ്ര. കമ്മ്യൂണിസത്തിന് എല്ലാം ഉണ്ടായിരുന്നു. തകരാൻ കാര്യം ദൈവമില്ലാതിരുന്നു. സ്തോത്രം. കമ്മ്യൂണിസത്തിന്റെ ഉപജ്ഞാതാക്കൾ 2 പേരാ. കാറൽ മാർക്സ് ഒന്നാന്തര യഹൂദൻ, 2 ഫ്രെഡറിക് ഏംഗൽസ്. തുടങ്ങിയത് 1917 റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ തകർത്ത് കളഞ്ഞു കമ്മ്യൂണിസം. സർവരാഷ്ട്ര തൊഴിലാളികളെ സംഘടിക്കുകയും ജയിലഴികളല്ല, കിട്ടാനുള്ളത് പുതിയൊരു ലോകം. ഇതൊന്നും ഒരു കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല. ഇവിടെ ഈ പാർട്ടിക്ക് വേണ്ടി കൊടി പിടിക്കുന്ന പല സഹാക്കന്മാർക്ക് പോലും ഈ ചരിത്രമൊന്നും അറിയത്തില്ല. ഞങ്ങളെപ്പോലെ രാഷ്ട്രീയം പഠിച്ച സൂചേഷകർക്ക് ഇതറിയാവൂ. സർവരാഷ്ട്ര തൊഴിലാളികളെ സംഘടിക്കുവിൻ, കിട്ടാനുള്ളത് നവലോകം, നമുക്ക് നഷ്ടപ്പെടാനുള്ളത് ചങ്ങലകളും ജയിലുകളും.
കിട്ടാനുള്ളത് പുതിയ ലോകം. സാർ ചക്രവർത്തിമാർ, കൊള്ളരുതാത്തവന്മാർ. ആ റഷ്യനെ ആദ്യത്തെ കമ്മ്യൂണിസം കയറി. ആര് പ്രസിഡന്റായി? റഷ്യയുടെ പ്രസിഡന്റായിട്ട് കയറി. ആരാ കയറിയത്? ലെനിൻ. CPM-മാർക്കും CPI-ക്കാർക്കും കേട്ടാവുന്ന പ്രസംഗം. 1917 ലെനിൻ റഷ്യയുടെ പ്രസിഡന്റായി. ആ പ്രസിഡന്റ് കാലം ചെയ്തപ്പോൾ വീണ്ടും റഷ്യയിൽ അടുത്തവൻ വന്നു, ജോസഫ് സ്റ്റാലിൻ. അന്ന് തൊട്ട് കമ്മ്യൂണിസം ആടാൻ തുടങ്ങി. ഇതെല്ലാവരും കേൾക്കണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതും ഒരു കാലത്ത് ഞാൻ പ്രവർത്തിച്ചതും ഇന്നും അതിനുവേണ്ടി പല കാര്യങ്ങൾ ചെയ്യുന്നതുമായ എനിക്കിതിനോട് താല്പര്യമുണ്ട്. പക്ഷെ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. മതം മനുഷ്യനെ മയക്കുന്ന, കറുപ്പെന്നും ദൈവമില്ലെന്നും പൗരോഹിത്യം പണമുണ്ടാക്കുന്ന മാർഗം. കമ്മ്യൂണിസത്തിന്റെ എല്ലാ കാര്യവും ശരി, പക്ഷെ ഒറ്റ കാര്യമേ തകർത്തുള്ളൂ, ദൈവമില്ല. സ്തോത്രം. യേശു രക്ഷിതാവെന്ന് അംഗീകരിക്കത്തില്ല. സ്റ്റാലിൻ ഏറെ നാൾ ഭരിച്ചു, അനവധി ചക്രവർത്തികൾ ഭരിച്ചു. 1991 ഗർബച്ചോവ് വന്നു, റഷ്യ പോളിഷായി. സ്തോത്രം. ഈട്ടിത്തടി പോളിഷ് ചെയ്യുന്ന പോലെ റഷ്യ വെട്ടിച്ചിതറിയും. എഗസ്കേൽ 38-39 തൊടുന്നില്ല. മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് പ്രവചിച്ചു പറയേണ്ടത്, രോസ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗെ റഷ്യയെ, രോസ് റഷ്യ, മേശക് മോസ്കോ, ട്രൂബൽ ടുമാസ്കോ എന്നിവയുടെ പ്രഭുവായ ഗോഗെ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി ആറിലൊന്ന് റഷ്യയെ വെട്ടിമുറിക്കും. കമ്മ്യൂണിസത്തിന്റെ വേരറത്തു റഷ്യയിൽ. സ്തോത്രം. ഇന്ന് നമ്മുടെ പിള്ളേരെല്ലാം പോയി പഠിച്ചുകൊണ്ടിരിക്കുക. ഒരു നൂറ്റാണ്ട് നിന്നില്ല. 2017 വരെ കാര്യം പോയി. ആരും എന്നോട് ദുഃഖിക്കരുത്. നെപ്പോളിയൻ പോയി, അതിനുശേഷം കാറൽ മാർക്സ് വന്നു, ലെനിൻ റഷ്യയുടെ പ്രസിഡന്റായി, ജോസഫ് സ്റ്റാലിൻ കഴിഞ്ഞു. അതിനുശേഷം ചരിത്രത്തിൽ വന്നു ആര്? ഗർബച്ചോവ്. അതോടുകൂടി ഗർബച്ചോവിന്റെ കാലത്താ റഷ്യ പൊട്ടി. യഹൂദന്മാരല്ല ഇസ്രായേലിലേക്ക് വന്ന് 25,000 യഹൂദന്മാരാ സെക്കൻഡ് സ്ഥലം വിട്ടത്. അതോടുകൂടി കണ്ടുപിടുത്തം പോയി. റഷ്യ പോളിഷുമായി. സ്വോത്രം. റഷ്യ പോളിഷ് പോലാക്കി കളഞ്ഞു. സ്വോത്രം. അങ്ങനെയെങ്കിൽ സാമ്രാജ്യത്വങ്ങൾ ബാബേൽ മാറി, മേദ്യപാർസ്യ മാറി, അത് കഴിഞ്ഞ് ഗ്രീസ് മാറി, റോം മാറി, നെപ്പോളിയൻ പോയി. ഇന്ന് കമ്മ്യൂണിസ്റ്റ് എവിടെ ഉണ്ട്? കേരളത്തിലുണ്ട്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുണ്ട്, കരീബിയൻ ദ്വീപ് സമൂഹങ്ങളിലുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പങ്കെടുത്ത വ്യക്തി എന്നോട് രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചു, സജു ചാത്തന്നൂർ സാറേ, ഈ കമ്മ്യൂണിസം മടങ്ങി വരുമെന്ന്. അപ്പം ഞാൻ പറഞ്ഞ്, യേശുവാ മടങ്ങി വരുന്ന, കമ്മ്യൂണിസം അല്ല മടങ്ങി വരുന്നതെന്ന്. സ്വോത്രം. പോയില്ലേ? ഒരു കാലത്ത് ഇന്ത്യയിലും 57 ആദ്യത്തെ ജനാധിപത്യ ഗവൺമെന്റ് കേരളത്തിൽ സഖാവ് EMSന്റെ നേതൃത്വത്തിൽ വന്നില്ലേ? ഇതിവിടെയും തകർന്നില്ലേ? ത്രിപുര പോയില്ലേ? വെസ്റ്റ് ബംഗാൾ പോയില്ലേ? കമ്മ്യൂണിസത്തിന് ചാൻസ് ഉണ്ടായിരുന്നു. ആ ജ്യോതി ബാസുവിന് UPയുടെ ഗവൺമെന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി ആക്കാന്ന് പറഞ്ഞപ്പോൾ ഈ പഠിത്തമില്ലാത്ത കുട്ടി സഖാക്കന്മാർ പറഞ്ഞ് ആക്കണ്ടെന്ന്. എൻ്റെ കുഞ്ഞുങ്ങളെ അന്ന് ഞങ്ങളോടെങ്ങാനും ചോദിച്ചിരുന്നത് ഞങ്ങൾ പറഞ്ഞാൽ ആക്കിക്കോളാം, പാർട്ടി ഡെവലപ്പായെന്ന്. സ്വോത്രം. ഒരു ഇന്ത്യയിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്നേ രക്ഷപ്പെട്ടേന്. സ്വോത്രം. അതുകൊണ്ട് വേറൊരാളെ പിടിച്ച് സ്പീക്കറാക്കി, സോമനാഥ് ചാറ്റർജി ബാംഗ്ലൂരിൽ, വെസ്റ്റ് ബംഗാൾ. അദ്ദേഹം പിന്നെ പാർട്ടി വിട്ടുപോയി. സ്വോത്രം. കാലത്തിന്റെ എവനിയക്കകത്ത് മറഞ്ഞുപോയി. ഇതെല്ലാം പ്രിയപ്പെട്ട ഈ പാർട്ടിയുടെ സമ്മേളനം വരാൻ പോകും. നിങ്ങളൊക്കെ പഠിക്കണം. സംശയം ഉണ്ടേ പറഞ്ഞു തരാം. ബൈബിള്, സാമ്രാജ്യത്വങ്ങളും മഹാസമുദ്രത്തിന് നേരെ കാലുകാറ്റ്. ഇന്ന് കേരളത്തിലും കരീബിയനിലും ലാറ്റിൻ അമേരിക്കയിലും എനിക്ക് ഒന്നാന്തരമുള്ള സ്നേഹം ഇതിനോടുണ്ട്. പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, ദൈവം ഇല്ലെന്ന്. ഇപ്പം ഇച്ചിരി മാറ്റം വന്നിട്ടുണ്ട്. പാലിനകത്ത് തേയില ചേർക്കുന്നത് പോലെയും പാലിനകത്ത് പച്ചോളം ചേർക്കുന്നത് പോലെയും അണികളെ കിട്ടാൻ വേണ്ടി ഇപ്പം ഇതിനും കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ പല മതമില്ല, ഈശ്വരനില്ല, പൗരോഹിത്യം കറുപ്പാന്ന് പറയുന്ന പല നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെയും കാണാൻ വരുന്നുണ്ട്. പാസ്റ്ററെ പ്രാർത്ഥിക്കണം. സ്വോത്രം. മതമില്ലെന്ന് പറയുന്നവർ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങളുടെ കൈ നോമിനേഷൻ തരും, ഒന്ന് കരം വെച്ച് സ്വോത്രം ചെയ്താട്ടെ. സ്വോത്രം. കണ്ടില്ലേ? ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാര്യമാര് മതമില്ലെന്ന് പറയുന്ന പുണ്യകേന്ദ്രങ്ങളിൽ പോന്ന്. അത്രത്തോളം ഞാൻ പറയുന്നുള്ളൂ. സ്വോത്രം. എനിക്ക് എല്ലാവരോടും സ്നേഹമുണ്ട്, ഞാൻ വിമർശിക്കുകയല്ല. അത് കഴിഞ്ഞ് വേറൊരുത്തൻ വന്നു, ഹിറ്റ്ലർ. ചരിത്രത്തിൽ എന്തോരുമുണ്ട്? നാസിയുടെ പടയാളിയായ ഹിറ്റ്ലർ വന്നു. കുഞ്ഞുങ്ങൾ പഠിക്കുന്നവരിതെല്ലാം കേൾക്കണം. നിങ്ങൾക്ക് വേണ്ടിയ മക്കളെ പ്രസംഗിക്കുന്നത്. കാൽവറി കൂടെയുള്ള രക്ഷ മാത്രമല്ല, 1000 പ്രവചനങ്ങളാ ബൈബിളിനകത്ത്. ഇത് ആരും തൊടത്തില്ല.
ഈ പ്രവചനം ബൈബിളുമായിട്ട് ടച്ച് ചെയ്യുക. ഞാൻ എവിടേക്കാ പോകുന്നതെന്ന് അറിയാമോ? ജനാധിപത്യം തകരും. കോവിഡ് വാക്സിൻ്റെ പിൻപിൽ ആൻറ്റി ക്രൈസ്റ്റിലേക്ക് ആ റൂട്ട് ഇങ്ങനെ വെട്ടിപ്പോവുക. തിരുവനന്തപുരം നെയ്യാറ്റിൻകര പാറശാല മാർത്താണ്ഡം കളിയിക്കാവിള വഴി നേരെ പോകുക. എവിടത്തേക്ക് പോകുന്നത്? കന്യാകുമാരിയിലേക്ക് പോവുക. അതുകൊണ്ടാണ് പറഞ്ഞ ഹിറ്റ്ലർ നാസിപ്പട അവൻ ആരാ? ലോകത്തെ മുഴുവൻ വെട്ടിപ്പിടിക്കാൻ പോയി. 1945 60 ലക്ഷം യഹൂദന്മാരെ ഗ്യാസ് ചേംബറിനകത്ത് കൊന്നുകളഞ്ഞവനാ ഹിറ്റ്ലർ. വിഷവാതകം. ആ ഹിറ്റ്ലർ കൊല്ലാൻ പോയ ജയിലിനകത്തുനിന്ന് 2 പേര് ചാടി. ആ 2 പേര് ഇന്ന് ഏറ്റവും വലിയ വാക്സിൻ കമ്പനിയുടെ ലോക നേതാക്കൾ. അമേരിക്കയുടെ ഫൈസർ വാക്സിൻ ആരാ? പലരും അപ്പോഴത്തേക്കും സജു ജാത്തന്നൂരിനെ ശരിയാക്കി. എവിടുന്ന് കിട്ടുന്ന വിവരം? ആരാ? ഫൈസർ അമേരിക്കയില ലോകത്തിലെ ഏറ്റവും നല്ല കോവിഡ് വാക്സിൻ. ആ കമ്പനിയുടെ ഏറ്റവും നല്ല ഡയറക്ടേഴ്സ് യഹൂദന്മാർ. ഹിറ്റ്ലറിന്റെ ചേംബറിനകത്തുനിന്ന് ചാടിപ്പോയ 1945 ശേഷം യഹൂദനെ 60 ലക്ഷം പേരെ പീഡിപ്പിക്കുമ്പോൾ അതിനകത്തുനിന്ന് ചാടിപ്പോയ 2 അപ്പച്ചന്മാരുടെ മക്കളാ ഇന്നത്തെ അമേരിക്കയിലെ ഫൈസർ. സ്വോത്രം. അതുകൊണ്ട് ആദ്യ വാക്സിൻ അമേരിക്കയിലല്ല കൊടുത്തത്, ഇസ്രായേലിലേക്ക് 80 ലക്ഷം ഡോസ് ഒടിച്ചു കൊടുത്തു. 1 കോടി ജനങ്ങൾ ഇസ്രായേലുണ്ട്, എടുക്കാത്തവരുണ്ട്, അവർക്ക് കൊടുത്തു. അങ്ങനെയെങ്കിൽ ആ ഹിറ്റ്ലറെ അമേരിക്കയും ബാക്കി എല്ലാവരും കൂടെ ശരിയാക്കിയപ്പോൾ ഹിറ്റ്ലറിന്റെ ഭാര്യയും ഒരു പട്ടിയായിട്ട് അവനെ നാട് കടത്തിയെന്ന്. സ്വോത്രം. എന്നിട്ട് എന്തോ ഇത്? അവൻ ഗുഹയിൽ കയറി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത് ഹിറ്റ്ലർ ഭാര്യ അവനെ കാമുകി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു പട്ടി. അവരെവിടത്തേക്ക് പോയെന്നറിയാമോ? ഒരു ദ്വീപിലേക്ക് അവരെ സ്ഥലം മാറ്റി. 2ാം ലോക മഹായുദ്ധത്തിൽ യുദ്ധത്തടവുകാരനായി ഹിറ്റ്ലറെ സ്ഥലം മാറ്റി. ലോകത്തെ വെട്ടിപ്പിടിക്കുവാൻ വന്ന ഹിറ്റ്ലർ ആരാന്നറിയാമോ? ഒരു സാധാരണ തൊഴിലാളിയിൽ നിന്ന് സൈനികനായിട്ട് വന്ന ഒരുത്തനാ ഹിറ്റ്ലർ. ലോകത്തെ പിടിക്കുവാൻ നാസിപ്പടയുടെ നേതാവായ ഹിറ്റ്ലർ പോയി. അവനൊരു ഗുഹയിൽ ഒളിച്ചു, വിഷം കഴിച്ച്. പട്ടിക്കും വിഷം കൊടുത്തു, ഭാര്യയ്ക്കും വിഷം കൊടുത്തു. സാമ്രാജ്യത്വങ്ങൾ ഇളകുന്നു. തീർന്നില്ല. ഇളകാത്ത സാമ്രാജ്യം സ്ഥാപിക്കുവാൻ എന്റെ നാഥൻ വരാറായി. ഹിറ്റ്ലറിന് ശേഷം ഒരുവൻ വന്നു. അവന്റെ പേരാ മുസോളിനി. അടുത്തത്. അവനും അധികം നിന്നില്ല. കണ്ടോ? അവന്റെ സാമ്രാജ്യത്വവും തകർന്നു. സാമ്രാജ്യത്വങ്ങൾ മുഴുവൻ തകർന്നു കഴിഞ്ഞു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ വചനം കേൾക്കുന്നവരെ, ലോകത്തിലെ നേതാക്കൾ മുഴുവൻ സാമ്രാജ്യത്വങ്ങൾ വഴി നിങ്ങളുടെ മുൻപിൽ മാറിപ്പോയി. അതിനുശേഷം ഒടുക്കത്തിൽ ഗൾഫ് രാജ്യങ്ങളെ പേർഷ്യ മൊത്തം പിടിക്കുമെന്ന് പറഞ്ഞ് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സദ്ദാം ഹുസൈൻ. കുവൈറ്റിനെ ഒരു രാത്രി പിടിച്ചു. അമേരിക്ക സഖ്യകക്ഷികളും പുള്ളിയം റെഡിയാക്കി. മഹാസമുദ്രത്തിന് നേരെ 4 കാറ്റടിക്കുന്നത് ഞാൻ കണ്ടു. ഇന്നത്തെ ജനാധിപത്യ ഭരണത്തിന് മുൻപിൽ അക്കമിട്ട സാമ്രാജ്യങ്ങളെ ഭരണാധികാരികളെ ഞാൻ തൊട്ടുവെച്ചത്. പല പ്രസംഗങ്ങളും ഞങ്ങളുടെ കാണുമ്പോൾ ഓൺലൈനിൽ പലരും ഞങ്ങളോട് കമൻ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. മീഡിയയിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്നു. ലോക സാമ്രാജ്യങ്ങളും ദാനിയേൽ പ്രവചനവും പ്രസംഗിക്കണം. അതുകൊണ്ടാണ് ഏറെ ബുദ്ധിമുട്ടി ഈ പ്രസംഗം നിങ്ങളുടെ മുൻപിലേക്ക് എളിയവനായി ഞാൻ കൊണ്ടുവരുന്നത്. ബാബേൽ, മേദ്യ പാർഷ്യ, ഗ്രീസ്, റോം സാമ്രാജ്യം, മക്കള്, നെപ്പോളിയൻ, കമ്മ്യൂണിസം, ഹിറ്റ്ലർ, മുസോളിനി, അതിനുമപ്പുറം സദ്ദാം ഹുസൈനും തകർന്നു മാറ്റപ്പെട്ടു. ഇനി ദാനിയേലിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഒരു സാമ്രാജ്യമുണ്ട്, ജനാധിപത്യം. എന്താ ജനാധിപത്യം? ഇരുമ്പും കളിമണ്ണും, തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം. ദാനിയേൽ 2 രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി ദർശനം. അതിന്റെ കാലിന്റെ തൂണാക്കിയ ശേഷം ഇരുമ്പും കളിമണ്ണും. ഇരുമ്പും കളിമണ്ണും എന്തുവാ മക്കളെ? ഇരുമ്പ് രാജകീയ ഭരണം, കളിമണ്ണ് ജനാധിപത്യ ഭരണം. ഇന്ത്യ ഭരിക്കുന്നത് ആര്? BJP, അവരുടെ കൂടെ സഖ്യകക്ഷികൾ. കേരളം ഭരിക്കുന്നത് CPM. അതേ ജനാധിപത്യം ഇസ്രയേലിനകത്തുമുണ്ട്. എന്റെ പൊന്നുമക്കളെ, അതേ ജനാധിപത്യം അമേരിക്കയിലുമുണ്ട്. ഇരുമ്പും കളിമണ്ണും. എന്നാൽ ഇരുമ്പിനകത്ത് കളിമണ്ണ് കിടന്നാൽ എന്തോ പോയി? സ്വോത്രം. അതാരും പ്രസംഗിക്കത്തില്ല. ഇരുമ്പിനകത്ത് കളിമണ്ണ് കിടന്നാൽ അത് പിന്നത്തതിൽ
ദ്രവിച്ചു പോകും. ഇരുമ്പിനകത്ത് കളിമണ്ണ് കടന്നാൽ അത് പിന്നത്തതിൽ ദ്രവിച്ചു പോകും. സ്തോത്രം. അങ്ങനെയെങ്കിൽ 2019 ചൈനയിലെ ലാബിൽ നിന്നിറങ്ങി ഒക്ടോബറിൽ 2021 ഇന്ത്യക്കകത്തടക്കം ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളിലും കോവിഡ് മഹാമാരി ആഞ്ഞടിക്കുമ്പോൾ ഇന്നത്തെ ഭരണകൂടങ്ങളെ തകർത്തുകൊണ്ട് ഒരുവൻ എഴുന്നേറ്റ് വരാൻ പോകുന്നു. വായിക്കാം അതിൻ്റെ അടുത്ത ഭാഗം. 10 കൊമ്പ് 7 തല, കൊമ്പുകളിൽ 10 രാജമുടി. അടുത്തത് അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ 3 പേരോട് പറഞ്ഞുപോയി. 3 പേരോട് പറഞ്ഞുപോയി. ഒരു മിനിറ്റ്. രാജാധിപത്യം, ജനാധിപത്യം, ഏകാധിപത്യം, 3 എണ്ണത്തിനെ അവൻ ചവിട്ടും. രാജാധിപത്യം സാമ്രാജ്യങ്ങൾ, ജനാധിപത്യം ഇന്നത്തെ വോട്ടിട്ടെടുക്കുന്ന ഭരണം, അത് കഴിഞ്ഞിട്ട് ഏകാധിപതികൾ. ആരാ ഏകാധിപതികൾ? മോഡി സാർ പറയുന്നു ഞാൻ തന്നെ, പിണറായി വിജയൻ പറയുന്നു ഞാൻ തന്നെ, ചൈനയിലെ ഷീ ജിങ് പറയുന്നു ഞാൻ തന്നെ, കൊറിയക്കാരൻ പറയുന്നു ഞാൻ തന്നെ, വ്ളാഡിമിർ പുടിൻ പറയുന്നു ഞാൻ തന്നെ, വല്യപ്പനായ ബൈഡൻ പറയുന്നു ചാവുന്നവരെ ഞാൻ തന്നെ. ഏകാധിപതികൾ എവരെയെല്ലാം ചവിട്ടും. അന്ത്യകാലത്ത് തിമോത്തിയോസ് എഴുതിയിട്ടുണ്ട്, ദുർഘട സമയങ്ങൾ, മനുഷ്യർ സ്വസ്നേഹികൾ, വമ്പ് പറയുന്നവർ, ഇണയില്ലാപ്പിണ കൂടുന്നവർ, ഇണയില്ലാപ്പിണ കൂടാത്തവർ, അജിതേന്ദ്രിയന്മാർ, ഉഗ്രന്മാർ. എത്ര ക്ലിയറാ ബൈബിൾ. എവരെയെല്ലാം അവൻ ചവിട്ടിക്കളയും. അതാ ദാനിയേൽ പറയുന്നത്, നയബുദ്ധിയാൽ അവൻ കാര്യം സാധിച്ചെടുക്കും. ആന്റി ക്രൈസ്റ്റ് വരാൻ പോകുന്നു. അടുത്തത് വായിച്ചാട്ടെ, ഏകലോക ഭരണത്തിലേക്ക്. അടുത്ത വാക്യം. ഈ കൊമ്പിൽ മനുഷ്യന്റെ കണ്ണുപോലെ കണ്ണും. ഇന്നത്തെ ലാപ്ടോപ്പ് മനുഷ്യനെ നോക്കുന്നത് പോലെ 5G ഇന്റർനെറ്റ് വഴി അവൻ ലോകത്തെ നോക്കും. അടുത്തത്, വമ്പ് പറയുന്ന വായും ഉണ്ടായിരുന്നു. വമ്പ് പറയുന്ന വായും. ഗൂഗിൾ സംസാരിക്കുന്നത് പോലെ സാത്താൻ ലോകത്തോട് സംസാരിക്കും. അടുത്ത വാക്യം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവർ ന്യായാസനങ്ങളെ വെച്ചു. ഇത് അസ്തമിക്കും. അങ്ങനെയെങ്കിൽ അടുത്തത്, വയോധികനായ ഒരുത്തൻ ഇരുന്നു. നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ വയോധികനായി ഇരിക്കുവാൻ വരുന്നു. സ്തോത്രം. അതിനുവേണ്ടിയാ ഇത്രയും കടന്നു വരുന്നത്. അങ്ങനെയെങ്കിൽ വെളിപ്പാടിലേക്ക് വരാം. ദാനിയേൽ 10 കൊമ്പും 7 തലയും. വെളിപ്പാട് പുസ്തകം എടുത്താട്ടെ, 13-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അപ്പോൾ 10 കൊമ്പും. ഇതേ പ്രവചന, ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത. തങ്ങളിൽ കാണാത്ത ബാബേലിൽ നിന്ന് അടിമബാലനായി ഇറാഖിലേക്ക് പോയി, യെരുശലേമിൽ നിന്ന് അടിമബാലനായി ഇറാഖിലേക്ക് പോയ ദാനിയേലും തീർന്നില്ല. പത്മോസിന്റെ കാരാഗ്രഹത്തിൽ കിടന്ന വയോധികനായ അപ്പോസ്തലനായ യോഹന്നാനും ഒരുമിച്ച് കാണുക മക്കളെ. 10 കൊമ്പും 7 തലയും. വായിച്ചാട്ടെ മക്കളെ. 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദൂഷണനാമവും ഉള്ള ഒരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറി വരുന്നത് ഞാൻ കണ്ടു. വരാൻ പോന്നു. കോവിഡിന്റെ എൻഡിൽ ഒരു മൃഗം. സാമ്രാജ്യങ്ങൾ തകർന്നു. കോവിഡിന്റെ എൻഡിൽ 6ാമത്തെ സാമ്രാജ്യമായി ഒരു ഏകാധിപതി വരുന്നു. അടുത്തത്, ഞാൻ കണ്ട മൃഗം പുള്ളിപ്പുലിക്ക് സദൃശം. അതിന്റെ കാൽ കരടിയുടെ കാൽ പോലെയും വായ് സിംഹത്തിന്റെ വായ് പോലെയുമായിരുന്നു. അതിന് മഹാസർപ്പം. വായിച്ചാട്ടെ. അതിന് മഹാസർപ്പം തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. മതി കുഞ്ഞെ. ദാനിയേൽ 2:44-45 എടുത്തേര്. ദാനിയേൽ 2:44 പറയുമ്പോൾ, അങ്ങനെയെങ്കിൽ 6ാമത്തെ സാമ്രാജ്യമായി ആന്റി ക്രൈസ്റ്റ്, മേദ്യ പാർസിയ, ബാബിലോൺ, മേദ്യ പാർസിയ തീർന്നില്ല. ഗ്രീസ്, റോമൻ, ഇരുമ്പ്, കളിമണ്ണ്. ഇതിന്റെ അന്ത്യത്തിങ്കൽ എയർ ഇന്ത്യ ടാറ്റ പോലും വിറ്റ് വിഴിഞ്ഞം കണ്ടെയ്നർ ടെർമിനൽ അദാനി കൊണ്ടുപോയി. ഭാരത് പെട്രോളിയം ആര് കൊണ്ടുപോകുന്ന അറിയത്തില്ല. IDBI ബാങ്കും പോന്നു, ആലുവയിലെ FACTയും പോന്നു, ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ ലാറ്റക്സും പോന്നു. ഇതെല്ലാം ഒരുവന്റെ കയ്യിലേക്ക് പോകാൻ പോകുന്നു. That means one way government, new way world order. എല്ലാ ഭരണകൂടങ്ങളെയും തകർത്ത് കളഞ്ഞു. ഈസങ്ങൾ മുഴുവൻ തകർന്നു. എന്നാൽ ഈ ഈസം തകരുമ്പോൾ ഒരു ഈസം ഇന്നും നിലനിൽക്കുന്നു. ആ ഈസത്തിന്റെ പേരാ സുവിശേഷം.
ഇന്നും നിലനിൽക്കുന്നത് സുവിശേഷം. ഇന്ന് ഈ വചനം കേട്ടിട്ട് ഹൃദയം കഠിനമാക്കാതെ നീ മടങ്ങി വാ. കുഞ്ഞ്, മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞു, നീ ഒരു പുരുഷ പ്രജ, യേശു എന്ന് പേർ വിളിക്കും, അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ, ദാവീദ് പുത്രൻ എന്ന് ആരും വിളിച്ചില്ല. എരികോയുടെ തെരുവീതിയിലേക്ക് പോയപ്പോൾ കുഞ്ഞെ, അമ്മയുടെ ഉദരം മുതൽക്ക് സ്തോത്രം, അല്ലെങ്കിൽ കണ്ണിന്റെ കാഴ്ചയില്ലാത്ത തീമായുടെ മകൻ ബർത്തലാമേ, അവൻ വിളിച്ചു, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. കൂടെ നടന്ന ശിഷ്യന്മാരും വിളിച്ചില്ല. അങ്ങനെയെങ്കിൽ ദാവീദ് പുത്രന്റെ സിംഹാസനം ആർക്ക് കിട്ടും? ഏഴാമത് വരുന്നു മശിഹായുടെ സിംഹാസനം. കണ്ടോ? ബാബിലോണും ഇതാ നെബൂഖദ്നേസർ കണ്ട ദർശനം, രാത്രി ദർശനം. തല തങ്കം, നെഞ്ചും കൈയും വെള്ളി, അരഭാഗം താമ്രം, കാലിന്റെ തുട റോമിന്റെ പാശ്ചാത്യ പൗരസ്ത്യം. ദാ കിടക്കുന്നു കാലിന്റെ കാൽഭാഗം ഇരുമ്പ് കള്ളിമണ്ണ് ഇളകുന്ന ഭരണം. അത് കഴിഞ്ഞ് ദാണ്ട 2 കാലിന് 10 വിരലുകൾ, 10 കമ്പോട് കൂടി തകർന്ന റോമാ സാമ്രാജ്യം 7 വർഷം ഭരിക്കാൻ ഇവിടെ വരുന്നു. എന്നാൽ ആ ഭരണം ഇവിടെ ആരംഭിക്കുന്നതിന് മുമ്പ് കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കും. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടുമെങ്കിൽ BC 607 ദാവീദിന്റെ കൊച്ചുമകനായ യഹോവയാക്കീമിന്റെ സിംഹാസനം ബാബേലിലേക്ക് കൊണ്ടുപോയെങ്കിൽ ആ സിംഹാസനം ജെറുസലേമിനകത്ത് ഒരു രാജാവ് കൃപായുഗത്തിന്റെ അന്ത്യത്തിൽ 7 വർഷം സഭ മധ്യാകാശത്തിൽ 7 വർഷം കഴിയുമ്പോൾ ഒരു രാജാവ് നീതിയോടെ വാഴും. എവിടെ? ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. ദാനിയേൽ പ്രവചന 2:44 എന്ന് വായിച്ചാട്ട്, കൈ തൊടാത്ത കല്ല്. ദാനിയേൽ 2:44 വായിക്കാം. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം അതിന്റെ 44, 45 വാക്യങ്ങൾ. 2:34 44 നോക്കിയാട്ടെ. 44 കൈ തൊടാത്ത കല്ല്. 44 34 ദാനിയേൽ പ്രവചനം വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു നാളും നശിച്ചു രാജ്യത്ത് സ്ഥാപിക്കും. അടുത്തത് ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അടുത്തത് അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും ഈ രാജ്യത്വങ്ങളെ മുഴുവൻ തകർത്ത് കളയും. അടുത്തത് എതിർക്രിസ്തുവിന്റെ നിലനിൽക്കുകയും ചെയ്യും. മതി യോസഫ് കുട്ടി. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. അതാ ദാനിയേൽ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നു. സിംഹാസനത്തിനകത്ത് വയോധികനായ ഒരുവൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? നമ്മുടെ മശിഹ രാജ്യത്വം പ്രാപിച്ചു വരാറായി. യഹോവയാക്കീമിന്റെ കാലത്ത് തട്ടിക്കൊണ്ടുപോയ സിംഹാസനം എവിടെ കിട്ടും? ഉപദ്രവം, മഹോപദ്രവം കഴിയുമ്പോൾ അവൻ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ജെറുസലേമിൽ അവൻ ന്യായം വിധിക്കും. അത് യെശയ്യാ പ്രവചനം 32:1. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. ഗബ്രിയേൽ മാലാഖ മറിയയോട് പറഞ്ഞ 3 പ്രവചനങ്ങൾ ബാക്കി നിൽക്കുമ്പോൾ നഷ്ടപ്പെട്ട സിംഹാസനം അവന് ലഭിപ്പാൻ കാലമായി. കുഞ്ഞേ, ഈ സത്യവചനം കേട്ടിട്ട് നെഞ്ചു കീറി പറയുമ്പോൾ ഇന്നേക്ക് 2550 കൊല്ലം മുമ്പ് ബാബേൽ പ്രവാസത്തിനകത്ത് അടിമബാലനായി ഒരുവൻ പോയി. കണ്ടോ? നിങ്ങൾക്കേവർക്കും അറിയാം. ശൗലും ശലോമോനും ദാവീദും ഭരിച്ച ദാവീദിന്റെ സിംഹാസനം തട്ടിക്കൊണ്ടുപോയി. ദാനിയേലിന്റെ ഒരു 1-2 പ്രത്യേകത പറയാം. അവൻ പ്രാർത്ഥനാശീലമുള്ളവനായിരുന്നു. മകനെ, മകളെ, ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ബാബേലിനകത്തുനിന്ന് പോയ 4 ചെറുപ്പക്കാരെ ആർക്കും മറക്കാൻ പറ്റത്തില്ല. ആരാ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ്. മുൻപിൽ തീജ്വാല. രാജാവുണ്ടാക്കിയ ദുരാസു സമഭൂമിയിലെ ബിംബത്തെ നമസ്കരിക്കാതെ ഇരിക്കുമ്പോൾ രാജാവ് കൽപ്പിക്കുന്നൊരു പദ്ധതിയുണ്ട്. ആ ചെറുപ്പക്കാർ പറയുന്നു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ സ്തോത്രം, ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിലും ഞങ്ങൾ രാജാവുണ്ടാക്കിയ ബിംബത്തെ നമസ്കരിക്കത്തില്ല. ആരാധിക്കുവാൻ യോഗ്യൻ
നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. സ്തുതിക്ക് യോഗ്യൻ നമ്മുടെ യേശു, പുകഴ്ചയ്ക്ക് യോഗ്യൻ യേശു. മരണം മുന്നിൽ കാണുമ്പോഴും ഉറപ്പുള്ള വിശ്വാസത്തിൽ നിൽക്കുന്ന ആ ചെറുപ്പക്കാർക്ക് വേണ്ടി തീജ്വാലയ്ക്കകത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങി. ഈ പ്രക്ഷേപണം ഒരു അന്ത്യകാലത്തിൻ്റെതാ എങ്കിൽ പോലും അന്ത്യം വരെ നീ ദൈവസന്നിധിയിൽ ഉറച്ചാൽ ആദിയെങ്കിൽ കയ്പെങ്കിലും അന്ത്യത്തിൽ മധുരമാക്കുന്ന ഒരു ദൈവം. ദാനിയേലിന്റെ പ്രവചനം ഞാൻ കൺവെൻഷൻ വേദികളിൽ ശക്തമായി പ്രതിപാദിക്കുന്നതാ. തീജ്വാലയ്ക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വന്നു. മകനെ, മകളെ, രണ്ട് നെബൂഖദ്നേസറിന്റെ സ്വപ്നത്തിന്റെ വിവർത്തനം കൊടുക്കുവാൻ ദാനിയേലിനെ കൊണ്ടുവരുമ്പോൾ ഭക്തനായ ദാനിയേൽ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് പ്രാർത്ഥിക്കുവാൻ സമയം തരണം. ബാബേലിനകത്ത് അടിമബാലനായി കടന്നു വന്ന് ഹല്ലേലൂയ കൊട്ടാരത്തിനകത്ത് കിടക്കുന്നവൻ, ഒരു നിന്ദിച്ചവരുടെ നടുവിൽ അവനെ മാനിച്ച സ്വർഗത്തിലെ ദൈവം ബാബേലിനകത്തൊരു പോസ്റ്റ് കൊടുത്തു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തി കൊടുത്തു. ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നവരെ കുടുംബത്തിലെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി വരുവാൻ ദൈവശക്തനാ. മൂന്ന്, ബേൽശസ്സർ എന്ന നെബൂഖദ്നേസറിന്റെ മകൻ ഭിത്തിയിൽ മേലെടുത്തു വന്നപ്പോൾ ഒരു കളങ്കവും കൂടാതെ അവന്റെ മുഖത്ത് നോക്കി ചങ്കൂറ്റത്തോടെ ദാനിയേൽ പറഞ്ഞു, ഞാൻ സേവിച്ചു നിൽക്കുന്ന ദൈവം പറയുന്നു, നിന്റെ രാജ്യത്തെ ദൈവം തകർത്തു. ദാനിയേലിന്റെ വിടുതലുകൾ. അടുത്തത്, സിംഹങ്ങളുടെ കുഴിക്കകത്ത് അവൻ തള്ളപ്പെടുവാൻ തുടങ്ങുമ്പോൾ ജെറുസലേമിലേക്ക് നോക്കി അവൻ 3 നേരവും മാളിക മുറി തുറന്ന് പ്രാർത്ഥിച്ചപ്പോൾ സിംഹങ്ങളുടെ കുഴിക്കകത്ത് നിന്ന് അവനെ വിടുവിക്കുവാനിടയായി. അടിമബാലനായി ബാബേലിനകത്ത് കയറി വന്ന ദാനിയേൽ സൈനിക കോളേജിലും രാജാവിന്റെ അരമനയിലും 120 ദേശാധിപതിമാരുടെ നടുവിലും നിൽക്കുവാൻ കൃപ ചെയ്തത് അവന്റെ താഴ്മ ഒന്നു മാത്രമാ. ദാനിയേൽ 9 യെരുശലേമിന്റെ 70 ആഴ്ചവട്ടത്തെ കുറിച്ച് മറ്റൊരവസരത്തിൽ പ്രസംഗിക്കുമ്പോൾ ക്ലിയർ ആക്കാം. മക്കളെ, ദാനിയേൽ 9 കൊടിവച്ച കാറിനകത്ത് ഇറാഖിന്റെ ചീഫ് സെക്രട്ടറിയായി നടക്കേണ്ട ദാനിയേൽ മുട്ടുമടക്കി പായക്കകത്ത് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നു. ഈ പ്രക്ഷേപണം കേൾക്കുന്ന ദൈവമക്കളെ, 100 കണക്കിന് പ്രസംഗവേദി സജു ചാത്തന്നൂരിന് കിട്ടിയാലും, 1000 പ്രസംഗം കണ്ടാലും, ഒരുപക്ഷെ അല്പ പണം കിട്ടിയാലും വന്ന വഴികൾ മറക്കരുത്. ജെറുസലേമിന്റെ അടിമത്തത്തിൽ നിന്ന് വന്ന ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും ഒരു തീരുമാനമെടുത്തു. യെസ്, സിംഹക്കുഴിയിൽ പോകുന്നതിന് മുമ്പ് ദാനിയേൽ ദൈവത്തോട് നിലവിളിച്ചു, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥിച്ചു. അചഞ്ചലമായ വിശ്വാസം താഴ്മയോടെ നിന്നിരുന്നപ്പോൾ അവനെ പരാജയം കാണാൻ കൊതിച്ചവരുടെ നടുവിൽ അവനെ ഉയർത്തിയ ഒരു നല്ല ദൈവം. ബാബേലിനകത്ത് പ്രവാസത്തിനകത്ത് സിംഹങ്ങളുടെ കൂട്ടിനകത്ത് വീണ് അസ്ഥിക്കഷ്ടവും മാംസവുമായി വേർപെടേണ്ടവന് സിംഹത്തിന്റെ വായടച്ച് ദൈവം വിടുവിച്ചെങ്കിൽ, മകനെ, മകളെ, നിന്റെ വിഷയത്തിനകത്ത് വിടുവിക്കുവാൻ കരുത്തുറ്റ ദൈവം ശദ്രക്കിനെയും മേശക്കിനെയും ഹല്ലേലൂയ അബേദ്നെഗോഗിനെയും തീജ്വാലയ്ക്കകത്ത് അഡ്വാൻസ് ആയിട്ട് ദൂതനിറങ്ങിയവരെ ഏത് രാഷ്ട്രങ്ങളിൽ ഇന്ന് രാത്രി നീ പ്രസംഗം കേട്ടാൽ നിന്റെ വിഷയത്തിനകത്ത് ദൂതനിറങ്ങി നിന്നെ വിടുവിക്കുവാൻ ഇന്ന് രാത്രി ആ കുഞ്ഞുങ്ങളുടെ പിൻപിൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. മകനെ, മകളെ, രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ദാനിയേലിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങിയതുപോലെ അഭിഷിക്തന്മാരെ, ദൈവത്തിന്റെ ദാസന്മാരെ, പ്രാർത്ഥനാ വീരന്മാരെ, വടക്കേ ഇന്ത്യയിൽ ഓടി നടക്കുന്ന ദൈവവേലക്കാരെ, ഗൾഫിൽ അധ്വാനിക്കുന്ന മക്കളെ, നിന്റെ രഹസ്യ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് നിനക്ക് വേണ്ടി ദർശനങ്ങളെ തരുവാൻ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. ഒരു രാജാവ് നീതിയോടെ വാഴും, അവന്റെ പ്രഭുക്കന്മാർ നേരോടെ ന്യായം വിധിക്കും. ബാബേൽ പോയി, മേദ്യപാർശ്വ പോയി, ഗ്രീസ് പോയി, റോം പോയി, ഇരുമ്പും കളിമണ്ണും പോയി. ജനാധിപത്യം ഇവിടെ അസ്തമിക്കുമ്പോൾ എൻഡ് ഓഫ് ദ കോവിഡ് 10 കൊമ്പും 7 തലയും കൊമ്പുകളിൽ 10 രാജമുടിയുമുള്ള ഒരുവൻ, എതിർ ക്രിസ്തു, തുമ്പുകെട്ട ഇടയൻ, നാശയോഗ്യൻ, വരുവാനിരിക്കുന്ന പ്രഭു, അധർമ്മത്തിന്റെ മർമ്മം വരാൻ കാലമായി. ദാനിയേലും പത്മോസിൽ കിടക്കുന്ന യോഹന്നാനും കണ്ട ദാനിയേൽ 27, വെളിപ്പാട് 27, ദാനിയേൽ 8:9, വെളിപ്പാട് 13 ഒരു മൃഗത്തെ കാണിക്കുന്നു. അവൻ ലോകത്തിൽ 6ാമത്തെ സാമ്രാജ്യത്തിന്റെ ഉടമയായി വരാൻ പോകുന്നു. അതൊരു കഷ്ടകാലമെന്ന. എന്നാൽ അതിനു മുമ്പ് കാൽവറിയിലെ നിണത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ മരണം കാണാതെ എടുക്കപ്പെടാറായി. കണ്ണുകൾ അടയ്ക്കാം.